യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്യത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ഹരി ഓം തസ്. ഒരു ചോദ്യം. സാധാരണ ഒരു 3 തവണ ഓംകാരം ജപിച്ച് എല്ലാവരും കൂടെ ജപിച്ചുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. അങ്ങനെ തന്നെ വേണോ അതോ ഓംകാരം വേണ്ടാന്ന് വെക്കണോ? എന്നാ അത് എല്ലാവരും കൂടി ജപിക്കുക. ഒരു വലിയ തപോനുഷ്ഠാനം. ഹരിഹി ഹരിഹി ദാ ഓ പോരല്ലോ. ഓ ഹരിഹി ഓം തസ്. ജയഗുരു. ഭഗവത്ഗീത 700 ശ്ലോകമുള്ള ഒരു വിശേഷപ്പെട്ട ഭഗവത്ഗീതാ ശാസ്ത്രമാണിത്. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് നടന്ന സംഭവമാണ് ഭഗവത്ഗീതയിൽ പരാമർശിക്കുന്നത്. മഹാഭാരതം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ 2 ഇതിഹാസങ്ങളാണ്. മനുഷ്യചരിത്രങ്ങൾ ഇതിഹാസ രൂപത്തിലും സ്റ്റൈലിയിലും എഴുതി വച്ചിട്ടുള്ളതാണിത്. ആ ചരിത്രം എഴുതുമ്പോൾ എഴുത്തുകാരന്മാരുടെ ഉദ്ദേശം ജനസമുദായത്തിന് എന്നേക്കുമുള്ള ജീവിത തത്വമൂല്യ സിദ്ധാന്തങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ചു കൊടുക്കണമെന്നാണ്. അങ്ങനെ വേണമെങ്കിൽ അതിന് തക്കതായ ദൃഷ്ടാന്തങ്ങളും സ്മരണികകളും ആവശ്യമാണ്. വ്യക്തീയ സംഭവങ്ങൾ, വ്യക്തീയ ചരിത്രങ്ങൾ ഇവയാണ് ഏറ്റവും അധികം സ്വാധീനം മനുഷ്യരാശിയുടെ മനസ്സിൽ ചെലുത്തിപ്പോരുക. ഇത് നല്ലപോലെ മനസ്സിലാക്കിയിട്ടാണ് ഒരു ഭാഗത്ത് വ്യക്തികളും മറുഭാഗത്ത് സ്ഥലങ്ങളും ഇനിയൊരു ഭാഗത്ത് സംഭവങ്ങളും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് പരസ്പരം നടന്നിട്ടുള്ള സംവാദങ്ങളുമെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ഇതിഹാസ രൂപത്തിൽ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ഓതിക്കൊടുക്കാനായി നമ്മുടെ പൂർവികർ ഉപനിഷത്ത് കാലം പിന്നിട്ട് തുടങ്ങിയത്. അങ്ങനെ 2 ഇതിഹാസങ്ങളാണ് നമുക്ക് രാമായണം, മഹാഭാരതം. രാമായണം ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ത്രേതായുഗത്തിൽ എഴുതിയതാണ് വാൽമീകി മഹർഷി. എന്നാൽ മഹാഭാരതം അതിനേക്കാളൊക്കെ അടുത്താണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ 5000 ചില്ലാനം കൊല്ലം മുൻപാണ് എഴുതിയത് ഈ മഹാഭാരതം. ആ മഹാഭാരതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുരുക്ഷേത്രത്തിൽ നടന്ന യുദ്ധം. കുരുക്ഷേത്രം തന്നെ വിശേഷപ്പെട്ട ഒരു ധർമ്മഭൂമിയാണ് കുരുക്കളെ സംബന്ധിച്ചിടത്തോളം. ആ ധർമ്മഭൂമിയിലാണ് സഹോദരന്മാർ തമ്മിൽ ഏറ്റുമുട്ടി 18 ദിവസത്തെ യുദ്ധം നടന്നത്. അപ്പൊ ധർമ്മക്ഷേത്രത്തിൽ എങ്ങനെയാ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുക എന്ന് ചോദിച്ചാൽ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊരു പുണ്യസങ്കേതമായിട്ടുള്ള ഒരു ക്ഷേത്രം, ഒരു തീർത്ഥാടനമുണ്ടെന്ന് വിചാരിക്കുക, കേന്ദ്രം. ആ കേന്ദ്രത്തിൽ എല്ലാവരും കൂടി വഴക്കടിച്ച് തമ്മിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല.
ഏതാണ്ട് അതേപോലെയാണ്. കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വൈരുദ്ധ്യമുള്ളതാണ്. സംഭവം അങ്ങനെ നടന്നു. ആ യുദ്ധത്തിനെ മുഴുവൻ ചിത്രീകരിച്ചു വച്ചിട്ടുണ്ട് വേദവ്യാസ മഹർഷി. നമുക്കൊരു പക്ഷേ ആ യുദ്ധവുമായി ഒരു ബന്ധവുമില്ല. അത് നടന്ന സംഭവം വായിക്കാം, ഗ്രഹിക്കാം, വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ, സമയം പോകാനായി. എന്നാൽ ആ യുദ്ധത്തിന് മുൻപ് നടന്ന ഭഗവത്ഗീതയുണ്ടല്ലോ, അത് അതേപോലെ വിസ്മരിക്കാനുള്ളതോ പുറന്തള്ളാനുള്ളതോ അല്ല. മഹാഭാരത യുദ്ധം തമ്മിൽ നടത്തിയവരിൽ 10 പേരൊഴികെ എല്ലാവരും മരിച്ചു. അതവിടെ ഇരിക്കട്ടെ. ഈ പറയുന്ന ഭഗവത്ഗീത എന്ന് പറയുന്ന ആ വിശേഷപ്പെട്ട സംവാദമുണ്ടല്ലോ, ആ സംവാദം എല്ലാ തലമുറയ്ക്കും എന്നേക്കും നിത്യോപയുക്തമായി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംഭവം വളരെ വിശേഷപ്പെട്ടതാ. അത് യുദ്ധമല്ല, യുദ്ധം ചെയ്യിക്കാൻ വേണ്ടി ഉപദേശിച്ച ഒരു വിശേഷപ്പെട്ട സംഹിതയാണ്. അത് മുഴുവനും ജീവിതശാസ്ത്രമാണ്. ജീവിതത്തിൽ നാം എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, എന്തെല്ലാം പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വരിക, അങ്ങനെ എന്തു വന്നാലും നമുക്ക് തളർച്ച വരാമോ, വാടിക്കുഴയാമോ, എങ്ങാനും വാടി കുഴഞ്ഞു തളർന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഉത്സാഹവും ഊക്കും ഉണർവുമെല്ലാം വീണ്ടെടുക്കാൻ വല്ല വഴിയുമുണ്ടോ? ഈ ലോകം പൊള്ളയാണോ, അതോ ഇതിലൊരു നിറവും മികവുമുണ്ടോ? നമ്മുടെ മനസ്സ് എപ്പോഴും ശത്രുഭാവത്തിലേ നിൽക്കുള്ളൂ, അതോ അതിനെ മിത്രമാക്കി തീർക്കാനുമുള്ള വഴിയുണ്ടോ? മനസ്സും ബുദ്ധിയും തമ്മിലുള്ളതായ ബന്ധമെന്ത്? നമ്മുടെ ഉൾ വ്യക്തിത്വത്തിനാണോ പ്രാധാന്യം കൂടുതൽ, അതോ ഈ പുറം കാണുന്ന ലോകത്തിനോ? അനന്തമായ ലോകമാണ്, ലോകവസ്തുക്കളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നാം ആണെങ്കിലോ പരിമിതമായ ഒരു ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വ്യക്തിയുമാണ്. അങ്ങനെ പരിമിത ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതായ മനസ്സ് പരിമിതമാണോ അതോ അപരിമിതമോ? അതിൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ബുദ്ധിയോ എത്രത്തോളം അതിന് ശക്തിയുണ്ട്, പ്രഭാവമുണ്ട്? ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഇണങ്ങി ലോകത്തിൽ ജീവിക്കുക? പുറമേയുള്ള പ്രതിസന്ധികളെ മുഴുവൻ കവച്ചു വയ്ക്കാനുള്ള ഒരു ശക്തി പരിമിത ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്നത് അർത്ഥമാവുമോ, ഗ്രഹിക്കാൻ പറ്റുമോ? ഈ വക കാര്യങ്ങളെ മുഴുവനും വിശകലനം ചെയ്ത് ഉദ്ബോധിപ്പിക്കുന്നതാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന സംവാദം. ആ സംവാദത്തിൽ നിങ്ങൾ സഹോദരന്മാർ തമ്മിൽ പടപൊരുതി എന്ന് പറഞ്ഞാൽ അതിൽ വല്ലാത്തൊരു വൈരുദ്ധ്യമാണ്. ഒരേ അമ്മയ്ക്ക് ജനിച്ച കുട്ടികൾ, അവരെയാണ് സഹോദരന്മാരെന്ന് പറയുക. അതിൽ ഒരേ അമ്മയ്ക്ക് അല്ലെങ്കിലും പരസ്പരം സഹോദരന്മാർക്ക് ജനിച്ചവരെയും നാം കസിൻ ബ്രദേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. അവർ തമ്മിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വീട്ടുകാരെ, ഒരു ദേശക്കാരെ വേറെ ഒരു ദേശക്കാര് വന്ന് ആക്രമിക്കാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വീട്ടുകാരെ വേറെ ഒരു കൂട്ടർ ആക്രമിച്ചു എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം. ഒരു വീട്ടിലുള്ളവർ തമ്മിൽ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതല്ല. രാമായണത്തിൽ നാം കാണുന്നത് അതിസുന്ദരവും സുഭഗവുമായിരിക്കുന്ന ഒരു സാഹോദര്യമാണ്. രാമന് കൊടുക്കാത്തതായ രാജ്യം എനിക്ക് തിരസ്കരിക്കപ്പെട്ടതാണ്, ഞാൻ വേണ്ടാന്ന് വയ്ക്കണു, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കില്ല എന്നാണ് ഭരതൻ പറഞ്ഞത്. കൈകേയിയുടെ പരിശ്രമം ഒരു നിലയ്ക്ക് നിഷ്ഫലവും വിഫലവുമായി. ആ സാഹോദര്യത്തിന് നേരെ കടകവിരുദ്ധമായിട്ടാണ് ഇവിടെ യുധിഷ്ഠിരാദികളും ദുര്യോധനാദികളും കൂടി പടപൊരുതാൻ തീരുമാനിച്ചത്. അത് ഒരു ദിവസം 2 ദിവസത്തെ തയ്യാറെടുപ്പല്ല, വളരെയധികം തയ്യാറെടുപ്പ് അതിനുവേണ്ടി ഉണ്ടായിട്ടുണ്ട്. 13 കൊല്ലത്തെ തയ്യാറെടുപ്പിന് ശേഷമാണ് അർജുനൻ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു യുദ്ധം അങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? സഞ്ജയന്റെ വിവരണമാണ് നാം ഇവിടെ കാണുന്നത്. ആരോട്? ധൃതരാഷ്ട്ര മഹാരാജാവോട്. ആ വിവരണത്തിന്റെ ഇടയിൽ ധൃതരാഷ്ട്രൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഭഗവത്ഗീതയിൽ ആദ്യത്തെ ശ്ലോകം. 700 ശ്ലോകമുള്ള ഭഗവത്ഗീതയിൽ ഈ ഒരൊറ്റ ശ്ലോകം മാത്രമേ, ചോദ്യം മാത്രമേ ധൃതരാഷ്ട്ര മഹാരാജാവിനുള്ളൂ. അദ്ദേഹം എന്താ ചോദിക്കണത്? പാവം അന്ധനാണ്. നടന്ന സംഭവങ്ങളോ നടക്കുന്ന സംഭവങ്ങളോ ഒന്നും അദ്ദേഹത്തിന് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. വേദവ്യാസ മഹർഷി വന്നു. അഭൂതപൂർവമായ യുദ്ധം നടക്കാൻ പോവാണ്. അങ്ങയുടെ മക്കള് നേരിട്ട് 100 പേര് പടപൊരുതുന്നു യുധിഷ്ഠിരാദികളോട്. ഈ സംഭവം ഒന്ന് കണ്ടാ കൊള്ളാം എന്നൊക്കെ അങ്ങയ്ക്കുണ്ടെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ഒരു ദിവ്യദൃഷ്ടി തരാം എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ട മഹർഷയെ എന്നാ പറഞ്ഞത്. എൻ്റെ മക്കളൊക്കെ ഇതില് പഴുത്ത ചക്ക വീണമാതിരി ഠപ്പ് 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 എന്ന് വീഴും. ഇത് കാണാൻ ഏത് പിതൃഹൃദയമാണ് സമ്മതിക്കുക? നൊന്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് സഞ്ജയന് ദിവ്യദൃഷ്ടി കൊടുത്ത്
നടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കും. കാണാൻ പറ്റാത്തതും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. പാളയത്തിൽ നടക്കുന്ന ആലോചനകളും ഗതികളും വിഗതികളും എല്ലാം തന്നെ സഞ്ജയന്റെ ശരീരത്തിൽ ഒരു ശരം വന്ന് തറയ്ക്കില്ല. സഞ്ജയൻ നടക്കുന്നതും സഞ്ചരിക്കുന്നതും ആർക്കും കാണാൻ പറ്റില്ല. അകത്തും പുറത്തും നടക്കുന്നതൊക്കെ കണ്ടു മനസ്സിലാക്കി അങ്ങയ്ക്ക് അസലായി വിശദമായ വിശദീകരണം നൽകും, വിശദമായി പറഞ്ഞു മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ട് സഞ്ജയന്റെ വിവരണം നടന്നുകൊണ്ടിരിക്കുക. ആ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ധൃതരാഷ്ട്ര മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യമാണ്: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മത്തിന് നിദാനമായിരിക്കുന്ന ഒരു വയൽ, ഒരു ഭൂമി, ഒരു പ്രദേശം, അതാണ് ധർമ്മക്ഷേത്രം. അതാണ് നമ്മുടെ കുരുക്ഷേത്രം. കുരുക്ഷേത്രം എന്നതിന് പേര്, ധർമ്മക്ഷേത്രം എന്ന ശബ്ദം അതിനെ വിശേഷിപ്പിക്കുന്നു. എന്താ അത് ധർമ്മക്ഷേത്രമായത്? കുരുവംശത്തില് പൂർവികന്മാർ പലരും ഉണ്ടായിരുന്നു. നമ്മുടെ രാജാക്കന്മാരൊക്കെ തപസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടവരാ. സിംഹാസനത്തിൽ ഇരിക്കുക മാത്രമല്ല, ധാരാളം തപസ് ചെയ്യും. നിങ്ങൾക്കറിയാമോ, കൃഷ്ണൻ ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്തു 12 കൊല്ലക്കാലം. എന്താ കാരണം? തനിക്കൊരു സന്താനം ഉണ്ടാകുന്നതിന് മുൻപ് ആ സന്താനത്തിന് അഭൂതപൂർവമായ യോഗ്യതകളും കോട്ടം കുറവൊന്നുമില്ലാതെ മിടുക്കനായിരിക്കണം, നന്നായിരിക്കണം എന്ന് വിചാരിച്ച് തപസ് ചെയ്ത് മഹർഷിമാരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചതിന് ശേഷമാണ് പ്രദ്യുമ്നൻ ജനിച്ചത്. അപ്പൊ ശ്രീകൃഷ്ണനെ പോലെ, ശ്രീരാമനെ പോലെ അവരെല്ലാവരും തപസ് ചെയ്തു എന്നുണ്ടെങ്കിൽ മറ്റു രാജാക്കന്മാരുടെ കാര്യം പറയണോ? അപ്പൊ കുരു എന്ന് പറയുന്ന പൂർവജൻ ദീർഘകാലം തപസ് ചെയ്ത് ആ കുരുക്ഷേത്രം മുഴുവനും ധർമ്മതരംഗങ്ങളാൽ, ധർമ്മവലയത്താൽ, ധർമ്മസ്വാധീനത്താൽ, ധർമ്മസ്പന്ദനത്താൽ അങ്ങനെ നിറഞ്ഞ് നിബിഡമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ധർമ്മക്ഷേത്രത്തിലാണ് ധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടരും അധർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടരും തമ്മിൽ പൊരിഞ്ഞ ഒരു പോരാട്ടം നടന്നത്. അങ്ങനെ ധർമ്മത്തിന് നിദാനമായിരിക്കുന്ന ക്ഷേത്രം കുരുക്ഷേത്രത്തിൽ സമവേദായുയുത്സവഃ, യുദ്ധം ചെയ്യണം എന്നുള്ള തീരുമാനത്തോടുകൂടി, പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിച്ചതൊന്നുമല്ല, പൊടുന്നനെ സഹോദരന്മാർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായി. ഒരാൾ ഇനി ഒരാളെ പിടിച്ചടിച്ചു, അങ്ങനെയുള്ളതല്ലാതെ ആലോചിച്ച് സുചിന്തിതമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. യുദ്ധം കൂടാതെ കഴിയില്ല എന്ന്. യുദ്ധത്തിന് മുമ്പ് യുധിഷ്ഠിരൻ എന്തൊക്കെ ചെയ്തു? ഈ യുദ്ധവും ഈ കൂട്ട രക്തച്ചൊരിച്ചിലും ഇല്ലാതെയിരിക്കാൻ വേണ്ടി പലതും ചെയ്തു, പലതും പറഞ്ഞു. അവസാനം കൃഷ്ണപരമാത്മാവിനെ തന്നെ ദൂതനായി പറഞ്ഞയച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. എന്നാൽ ഇനി അമാവാസി ദിവസം യുദ്ധം തുടങ്ങിക്കളയാം എന്നുള്ളൊരു സന്ദേശവും കൊടുത്തിട്ടാണ് പോയത്. ആര്? കൃഷ്ണൻ. തിരിച്ച് അതൊക്കെ കഴിഞ്ഞു. പലതും ചെയ്തിട്ടും തടുത്തു നിർത്താൻ പറ്റില്ല. അപ്പൊ വളരെ മനഃപൂർവ്വം ആലോചിച്ച് വളരെ സുചിന്തിതമായ ഒരു തീരുമാനമാണ് യുയുത്സവഃ സമവേദാഃ. ആരൊക്കെയത്? മാമകാഃ പാണ്ഡവാശ്ചൈവ. മാമകാഃ കേൾക്കുന്നുണ്ടോ നിങ്ങള്? ധൃതരാഷ്ട്രൻ പറയാണ്, എന്റെ പുത്രന്മാര്. ധൃതരാഷ്ട്രന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് മുഴുവനും ഈ മമതയാ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ നേരെ എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ അഭിമാനവും സന്തോഷവുമാണ് നിങ്ങൾക്ക് തോന്നേണ്ടത്. ആ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ ഒരു പാരവശ്യം വരരുത്, സങ്കടത്തിന് കാരണമാവരുത്. നല്ല ഒരു കുട്ടിയാണ് എൻ്റെ കുട്ടി, തരക്കേടില്ല, നന്നായിരിക്കുന്നു, അവൻ അവൻ്റെ പാട്ടിലുണ്ട്, ഞാൻ എൻ്റെ പാട്ടിലുണ്ട് എന്ന് പറയാൻ പറ്റണം. ഇതില്ല, അവൻ എവിടെയുണ്ടോ അവിടെ നുഴഞ്ഞു കയറും. നമ്മളുണ്ടെങ്കിൽ പിടിച്ചു വലിക്കും, എന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ. അപ്പൊ മാമകാഹ എൻ്റെ കുട്ടികള്, പാണ്ഡവാശ്ചൈവ. മറ്റുള്ളവരോ എൻ്റെ കുട്ടികളല്ല, അത് പാണ്ഡുപുത്രന്മാരാ. ആ ഭേദബുദ്ധിയെ വളരെ വിശദമാക്കിക്കൊണ്ടാണ് ആ ധൃതരാഷ്ട്രന്റെ ചോദ്യം. മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അല്ലേ സഞ്ജയ, എന്താണ് അവർ രണ്ടാളും കൂടി ചെയ്തത്? ഒരു പടക്കളത്തിൽ വന്നാൽ സാധാരണ എന്ത് ചെയ്യും പടയാളികൾ? പടപൊരുതും. അപ്പൊ അവിടെ പടപൊരുതി എന്നുള്ളതൊരു വാസ്തവമാണ്. അങ്ങനെ ഇരിക്കെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി? സാധാരണ ഈ ഒരു ശ്ലോകം തുടക്കമാണല്ലോ, അത് കുറെയൊക്കെ നമ്മുടെ മഹാഭാരത യുദ്ധത്തിന്റെ ചരിത്രം പശ്ചാത്തലത്തിലേക്ക് നന്നായി വിരൽ ചൂണ്ടുന്നതാണ്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സാധാരണ ഈ ശ്ലോകത്തിന് അർത്ഥം പറയാറുണ്ട്. എന്താ ഇതിനർത്ഥം? ധർമ്മഭൂമിയാണ് കുരുക്ഷേത്രം. അപ്പോൾ വരുന്നവർക്കൊക്കെ ധർമ്മത്തിന്റെ ഒരു സ്വാധീനം, ഒരു പ്രഭാവം ഉണ്ടായി എന്ന് വരാം. സ്വതവേ യുദ്ധം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവനായിരുന്നു ആര്? യുധിഷ്ഠിരൻ.
വേണ്ട വേണ്ട, ചെയ്യില്ല ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് ദ്രൗപദി, ഒരു ഭാഗത്ത് സഹോദരന്മാര്, പിന്നെ ഒരു ഭാഗത്ത് കൃഷ്ണപരമാത്മാവ്, ഇങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് ദ്രൗപദിയെ ആ സദസ്സിലിട്ട് വലിച്ചുല്ലോ. ആ ഒരൊറ്റ കാരണം മാത്രമാണ് ഇവർ യുദ്ധം ചെയ്യാൻ കാരണമായത്. അതുമാത്രമാണ് യുദ്ധം ചെയ്യാനുള്ള കാരണം, വേറെ ഒന്നുമില്ല. അങ്ങനെയിരിക്കെ സ്വതവേ മടി, മനസ്സിന് തയ്യാറില്ല. ധർമ്മഭൂമിയിൽ വന്നങ്ങോട്ട് നിന്നു. ഈ കണ്ട പടയാളികളെയൊക്കെ കണ്ടപ്പോ ഇത് ശരിയായില്ല, ഈ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നി. അദ്ദേഹം ഉപേക്ഷിച്ചോ യുദ്ധബുദ്ധിയെ? അല്ല. ഇനി ദുര്യോധന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നോ? ഇത്രനാളും ഞാൻ പടപൊരുതും സൂചി കുത്താൻ പഴുതുപോലും പാണ്ഡവർക്ക് കൊടക്കൊല എന്നൊക്കെ പറഞ്ഞു, ശരിയാണ്. പക്ഷെ ധർമ്മഭൂമിയിൽ ആ കുരു, അവരുടെ പൂർവജൻ തപസ് ചെയ്ത് ആ തപപ്രഭാവം, ധർമ്മപ്രഭാവം, ആ തരംഗങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ ഈ മൊരടത്തം ശരിയല്ല എന്ന് ദുര്യോധനന് തോന്നിയോ എന്നിങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളാണ്. എന്താ കാരണം? കിം അകൂർവത, അവരെന്തു ചെയ്തു എന്നൊരു ചോദ്യത്തിന്. എന്നാൽ വാസ്തവത്തിൽ ഇതാണോ സംഭവിച്ചത്? അല്ല. സഞ്ജയനാണ് പറയുന്നത്. ആരോട്? ധൃതരാഷ്ട്രനോട്, വ്യാസദേവന്റെ നിർദ്ദേശപ്രകാരം. ആ വിവരണം എവിടുന്ന് തുടങ്ങി? വ്യാസമഹർഷി പോയ ഉടനെ ഈ ഭാരതം, ആര്യാവർത്തം എന്ന് പറയുന്ന ഭൂപ്രദേശം എത്ര വിശേഷപ്പെട്ടതാണ്, എത്ര പുണ്യമാണത്, എത്ര പാവനമാണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ ഏതെല്ലാം? ഒരു രാജ്യം നന്നാവണമെങ്കിൽ അവിടെ ധാരാളം പർവ്വതം, അല്ലെങ്കിൽ സുമാറ് വേണ്ടുവോളം പർവ്വതങ്ങളെങ്കിലും വേണം. പർവ്വതങ്ങൾ ഉണ്ടെങ്കിലേ പർവ്വതങ്ങളുടെ മുകളിൽ പെയ്യുന്നതായ മഞ്ഞും മഴയും ഒലിച്ച് സമതലത്തിലേക്ക് വന്ന് സമുദ്രം വരെ ഒഴുകുള്ളൂ. അപ്പോഴേ നദികൾ ഉണ്ടാവുള്ളൂ അവിടെ. എല്ലാ കാലത്തും മഴ പെയ്തു എന്ന് വരില്ല. മഴയുള്ള കാലത്തെ മഴ പെയ്യുള്ളൂ. വേനൽക്കാലത്ത് നമുക്ക് വെള്ളം എവിടുന്ന് കിട്ടും? ആ വെള്ളം കിട്ടാനാണ് ഇങ്ങനെ മല ഇങ്ങനെ പടർന്ന് പിടിച്ചിങ്ങനെ നിൽക്കണു. സാധാരണ ഉള്ള വിസ്താരമല്ല, പർവ്വതം ഇങ്ങനെ അങ്ങോട്ട് ഉയർന്നാൽ ഇരട്ടിയിലധികം ഭൂപ്രദേശമാണ് അതിലുണ്ടാവുക. ഈ ഭാഗത്തും മരങ്ങളുണ്ടാവും, ഈ ഭാഗത്തും മരങ്ങളുണ്ടാവും, കൊടുമുടികളുണ്ടാവും. പർവ്വതത്തിന്റെ ഉയരമനുസരിച്ചാണ് അവിടെ മഞ്ഞു വീഴുവോ അതോ മഴ പെയ്യോ എന്ന് തീരുമാനിക്കുക. ആ മണ്ണ് മുഴുവനും ഉറിഞ്ചി കുടിച്ച് ആ വെള്ളം കുറേശ്ശെയായി വേനൽക്കാലത്തും ഒഴുകി അങ്ങനെ വറ്റാത്ത നദികളെല്ലാം ഉണ്ടാവണമെങ്കിൽ പർവ്വതങ്ങൾ വേണം. അപ്പൊ പർവ്വതം വളരെ അത്യാവശ്യമാണ്. അതിനെ ആക്രമിക്കുക, കീഴടക്കുക, അതിനെ തലമൊട്ടയടിക്കണമാതിരി മൊട്ടയടിക്കുക ഒന്നും ചെയ്യരുത്. മനുഷ്യർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 33% ഭൂപ്രദേശത്തില് വൃക്ഷനിബിഡമായിരിക്കണം, എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. കേരളത്തിലൊന്നും അത്രയില്ല, അതിലും കുറവാണ്. മലയെ നമ്മൾ ആക്രമിക്കരുത്. കാടുകളൊക്കെ നിലനിർത്തണം. അതിലുള്ള ജന്തുക്കൾ, അതിലെന്തെല്ലാം ഉണ്ടോ, സസ്യലതാദികൾ, അതൊക്കെ അതേമാതിരി അങ്ങോട്ട് കഴിയട്ടെ. നമുക്ക് ജീവവായു വേണ്ടേ, അതൊക്കെ കിട്ടണം. അപ്പൊ ആ പർവ്വതങ്ങളുടെ പേരെന്തൊക്കെയാണ്? അതിൽ നിന്ന് ഒഴുകുന്നതായ നദികളുടെ പ്രാധാന്യം എന്ത്? എത്ര നീളമുണ്ട്, വിസ്താരമുണ്ട്, ഏതെല്ലാമാണ് പവിത്രം, പാവനം, ദിവ്യം, ഇങ്ങനെ പലതും വർണ്ണിച്ച് അങ്ങനെ അങ്ങോട്ട് ഇരിക്കുമ്പോ പെട്ടെന്ന് എന്തുണ്ടായി? യുദ്ധം തുടങ്ങി. സഞ്ജയൻ അങ്ങോട്ട് പോയി. ആ യുദ്ധത്തിൽ 1, 2, 3, 4, 5, 8, 9 ദിവസം കഴിഞ്ഞു. 10ാം ദിവസമാണ് അവിടെ ഭീഷ്മൻ വീണത്. ആ വീണ വർത്തമാനം കണ്ട ഉടനെ മനസ്സാകമാനം കലങ്ങിക്കളഞ്ഞു, സഹിക്കാൻ പറ്റിയില്ല. എന്നിട്ടാണ് ഓടി വന്ന് പറയുന്നത്. ആ ഭാഗം അവിടെ ഇരിക്കട്ടെ. എന്തിനാ ഞാനിത് പറഞ്ഞത്? യുദ്ധം തുടങ്ങിയോ, യുദ്ധം ചെയ്തോ, അതോ യുദ്ധം ഉപേക്ഷിച്ചോ എന്നുള്ള അർത്ഥത്തിന് ഇവിടെ പ്രസക്തിയില്ല. എന്താ കാരണം? യുദ്ധം തുടങ്ങി 10ാം ദിവസമാണ് സഞ്ജയൻ വന്ന് വിവരണം രണ്ടാമത് തുടങ്ങുന്നത്. അപ്പൊ അവിടെ നടന്ന പല വർത്തമാനങ്ങളുമുണ്ട്. ആ വർത്തമാനത്തിൽ ഒന്ന് ഞാൻ പറയാം. ഭഗവത്ഗീത നാം ചർച്ച ചെയ്യാൻ പോവാണല്ലോ. അത് പെട്ടെന്ന് 1 ദിവസമോ 2 ദിവസമോ കൊണ്ട് തീരുന്നതല്ല. അർജുനന് ഗീതോപദേശം കഴിഞ്ഞു. അർജുനന് സമാധാനമായി. താഴത്ത് വെച്ച അമ്പും വില്ലും ഗാണ്ഡീവമൊക്കെ കയ്യിലെടുത്തിട്ട് എന്താ ചെയ്തത്? യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു. ഒന്നല്ല എൻ്റെ കൃഷ്ണ, 12ഓ 20ഓ ആയിക്കോട്ടെ മഹാഭാരത യുദ്ധം, ഒരു കൂസലമില്ലാതെ ചെയ്യാൻ എനിക്കിതാ നെഞ്ഞുറപ്പ്, മസ്തിഷ്കത്തിന് നല്ല ഉറപ്പ്, സ്ഥിരബുദ്ധിയൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതങ്ങോട്ട് കഴിഞ്ഞ് സമാധാനമായിട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് യുധിഷ്ഠിരൻ. ആര്? യുധിഷ്ഠിരൻ. അമ്പും വില്ലും താഴത്ത് വെച്ച് ദാ
എതിർ സൈന്യത്തിന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് പോണു. എടാ ഗ്രഹപ്പഴ, ഇത് എന്താ? അത് എൻ്റെ മനസ്സിനുള്ള സമാധാനം എനിക്ക് കിട്ടി, എൻ്റെ തകർച്ചയൊക്കെ മാറി. ഞാനിപ്പോൾ നോക്കുമ്പോൾ എന്താ, നമ്മുടെ ജ്യേഷ്ഠൻ അമ്പും വില്ലും താഴത്ത് വെച്ച് എതിർഭാഗത്തേക്ക് പോവുക. എപ്പോഴും അദ്ദേഹം ഈ യുദ്ധം ചെയ്യരുത് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അമ്പും വില്ലും താഴത്ത് വെച്ച് എതിർഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? അവിടെ പോയി കീഴടങ്ങി സഖ്യം തേടുകയാണ്, യുദ്ധം വേണ്ട എന്ന് പറയാനാ പോണേന്ന് പറഞ്ഞ് അർജുനൻ പരിഭ്രമിച്ച് കൈ പിടിച്ചു വലിച്ചു. കൊതറിക്കൊണ്ടാണ് യുധിഷ്ഠിരൻ പോയത്. സഹോദരന്മാരെല്ലാവരും പരിഭ്രമിച്ചു. അപ്പൊ കൃഷ്ണൻ പറയാണ്, അയ്യോ മിണ്ടാണ്ടിരിക്കൂ ചിരിച്ചുകൊണ്ട്. നിന്റെ ജ്യേഷ്ഠൻ തകരാറായിട്ടൊന്നും ചെയ്യില്ല, നല്ല ധർമ്മബുദ്ധിയുള്ളവനാണ്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഒരു മാതൃകാപരമായ നീക്കമുണ്ടാവും. ശ്രൂയതേഹി പുരാകൽപേ ഗുരൂൻ അനനുമാന്യയഃ യുധ്യതേ സ ഭവേദ്വ്യക്തം അപധ്യാതോ മഹത്തരൈഃ. ശ്രൂയതേഹി പുരാകൽപേ ഗുരൂൻ അനനുമാന്യയഃ. നിങ്ങളൊക്കെ ഒന്ന് മഹാഭാരതം വായിക്കേണ്ടതാണ്. എന്താ കാരണം? എവിടെ എന്തെല്ലാം സംഭവം ചെറുതോ വലുതോ ഉണ്ടോ, ആ സംഭവത്തിന്റെ ഉള്ളിൽ ഓരോ ശ്ലോകം എഴുതുമ്പോഴും ഓരോ രംഗം അവതരിപ്പിക്കുന്ന സമയത്തും അവിടെ മൂല്യങ്ങളും തത്വങ്ങളും കൊണ്ട് നിറച്ചിരിക്കുകയാണ്. യുധിഷ്ഠിരൻ പോകുന്നതാണ് രംഗം. അർജുനന്റെ മനസ്സിന് വിഷമമുണ്ടായി, പരിഭ്രമിച്ചു. അതാണ് മറുഭാഗം. സഹോദരന്മാരും വല്ലാതെയായി. അങ്ങനെ അർജുനൻ കൈ കിടന്ന് പിടിച്ചപ്പോൾ കൊതറിക്കൊണ്ടുപോകുന്ന യുധിഷ്ഠിരനെ നോക്കി കൃഷ്ണൻ പറയുന്ന വാക്കാണ്. അത് വെറുതെ മിണ്ടാതെ ഇരിക്കുക, അർജുന പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നിർത്തുകയല്ല. ശാസ്ത്രകാരനാണല്ലോ എഴുതുന്നത്. അപ്പൊ അദ്ദേഹം അതിന് എവിടെയൊക്കെ സന്ദർഭം കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ തത്വങ്ങളും മൂല്യങ്ങളും എന്ന് പറഞ്ഞാൽ എന്താ? മൂല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ വികാരഭൂയിഷ്ടമായിരിക്കുന്ന മനസ്സ്, വൈകാരിക മനസ്സ്, ആലോചനാനിർഭരം വിവേകനിർഭരമായിരിക്കുന്ന ബുദ്ധി, ഇത് രണ്ടിനെയും സ്പർശിക്കുന്ന കാര്യങ്ങളും സിദ്ധാന്തങ്ങളുമാണ് മൂല്യങ്ങളാവുക. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ശരിയാവില്ല. വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നൊക്കെ ഉണ്ടല്ലോ, അത് ശരിയാവില്ല. പറയുമ്പോൾ ശരിയാണെന്ന് തോന്നണം, അത് വൈകാരിക മനസ്സിന് തോന്നണം. യുക്തിസഹമായി ചിന്തിക്കുന്ന ബുദ്ധിക്കും ശരി എന്ന് തോന്നണം. അങ്ങനെ മനസ്സിനെയും ബുദ്ധിയെയും ആവേശം കൊള്ളിച്ച് സമ്മതിപ്പിച്ച് സജ്ജമാക്കി നിർത്തുന്നതായ കാര്യങ്ങളൊക്കെ മൂല്യങ്ങളായി തീരുള്ളൂ. ആ മൂല്യങ്ങളെ പറ്റി പറയാണ്. ശ്രൂയതേഹി പുരാകൽപേ ഗുരൂൻ അനനുമാന്യയഃ യുധ്യതേ സ ഭവേദ്വ്യക്തം അപധ്യാതോ മഹത്തരൈഃ. നമ്മേക്കാൾ മുതിർന്നവർ, ഗുരുജനങ്ങളോ മുതിർന്നവരോ ജ്യേഷ്ഠന്മാരോ അങ്ങനെയൊക്കെയുള്ള ഒരു സദസ്സില് അവരെ പോയി പ്രണമിച്ച് അവരുടെ സമ്മതത്തോടു കൂടിയേ എല്ലാം ചെയ്യാൻ പാടുള്ളൂ. ഒരു യുദ്ധത്തിന്റെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അപ്പുറത്ത് നിൽക്കുന്നവർ ആരൊക്കെയാ? ഒന്ന് നമ്മുടെ മുത്തശ്ശൻ, മടിയിലിരുത്തി വളർത്തിക്കൊണ്ടുവന്ന ആള്, ചോറ്റുരുള കൊടുത്തിട്ടുള്ള ആള്, ലാളിച്ചിട്ടുള്ള ആള്, പലതും പഠിപ്പിച്ചിട്ടുള്ള ആള്. അദ്ദേഹം ഇപ്പോഴും ആരാധ്യനായി ബഹുമാന്യനായി അവിടെ സൈന്യത്തലവനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്കാണ് ദുര്യോധനന്റെ സേന മുഴുവനും പ്രവർത്തിക്കാൻ പോകുന്നത്. ആ മുത്തശ്ശനോട് എനിക്ക് ഒരു തരത്തിലുള്ള ദേഷ്യമോ കോപമോ ഇല്ല, അദ്ദേഹത്തിനും ഇല്ല ശത്രുത. ആ ഭീഷ്മന്റെ മനസ്ഥിതി എന്താണെന്ന് നമുക്കറിയോ? അപ്പൊ അവിടെ പോയി അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ച് കാലിൽ വീണ് സമ്മതം ചോദിച്ച് അനുജ്ഞ വാങ്ങി, എന്തെങ്കിലും പ്രത്യേക അനുഗ്രഹം വേണമെങ്കിൽ അതും മേടിച്ചിട്ടൊക്കെ വേണം യുദ്ധം ചെയ്യാൻ. അത് ചെയ്തില്ലെങ്കിലോ യുധ്യതേ സ ഭവേദ്വ്യക്തം അപധ്യാതോ മഹത്തരൈഃ. അങ്ങനെ അല്ലാതെ ഒരു യുദ്ധം ചെയ്തു എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പോകുന്നത് യുദ്ധം സമ്മതിച്ചു. അതുകൊണ്ട് ഭീഷ്മന്റെ മനസ്സില് പൗത്രന്മാരോട്, പ്രത്യേകിച്ചും പാണ്ഡവന്മാരോട് എന്തെങ്കിലും അസഹിഷ്ണുതയോ കോപമോ ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് അവരുടെ പക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നത്? അറിയില്ലെങ്കിൽ അവരോട് ചോദിക്കണം. അവിടെ യുദ്ധം ചെയ്തത് കൊണ്ട് നമ്മുടെ ശത്രുക്കളായി എന്നുള്ള തീരുമാനത്തിൽ വല്ല അർത്ഥമുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവിടെ നമസ്കരിച്ച് അനുഗ്രഹം മേടിക്കാൻ പോവാണ് നിന്റെ ജ്യേഷ്ഠൻ. ഇത് ആ ജ്യേഷ്ഠൻ ആദ്യമായിട്ട് ചെയ്യണതല്ല, നമ്മുടെ ഭാരതത്തിന്റെ പാരമ്പര്യവും പൈതൃകവുമാണിത്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങള്? ഇല്ല എന്നാ എനിക്ക് തോന്നണത്. നിങ്ങൾ വിചാരിക്കുന്നതുമാതിരി ഒരു ചാൺ നീളത്തിൽ ചിന്തിച്ചാ പോരാ. ഒരു കുടുംബത്തിൽ ഒരു അംഗമായി ജനിക്കുക എന്ന് പറഞ്ഞാൽ സമാജത്തിനെ മുഴുവനും മനസ്സിലാക്കുക എന്നാണ് അർത്ഥം. ലോകത്തിൽ പലതും സംഭവിക്കാം. അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായി എന്ന് വരാം. അത് എന്തു തന്നെ വന്നാലും നമ്മുടെ വിവേകം നമ്മളെ കളഞ്ഞു കുളിക്കാൻ അനുവദിക്കരുത്. വിവേകം നമുക്കുണ്ടാവണം, നല്ല പോലെ പെരുമാറണം. നടക്കാൻ പോണത് കൊടിയ യുദ്ധമാണെങ്കിലും ഭീഷ്മനും
ഭീഷ്മന്റെ പൗത്രന്മാരും തമ്മിലുള്ളതായ ബന്ധത്തിന് ഒരു ഉലർച്ചയും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം ഗുരുജനങ്ങളെ ബഹുമാനിച്ച് അനുജ്ഞ മേടിക്കാൻ വേണ്ടി പോവാണ്. അനുമാന്യ യഥാശാസ്ത്രം യസ്തു യുദ്ധേൻ മഹത്തരൈഃ ധ്രുവസ്തസ്യ ജയോ യുദ്ധേ ഭവേദിതി മതിർമമ. ഈ പടപൊരുതുന്ന എന്തിനു വേണ്ടിയിട്ടാ? പട ജയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭാഗത്ത് എത്ര സൈന്യമുണ്ട് അവിടെ? 7 അക്ഷൗഹിണി. ദുര്യോധന പക്ഷത്തിലോ 11 അക്ഷൗഹിണി. 1.5 ഇരട്ടിയിലധികമാണ് അവിടെ സേന. അതിന്റെ തലവന്മാരോ ഒരു ഭാഗത്ത് ഭീഷ്മൻ, പിന്നെ ഒരു ഭാഗത്ത് ദ്രോണൻ, രണ്ടുപേരെയും പഠിപ്പിച്ച ആചാര്യന. ആ ആചാര്യനോടുകൂടി പടപൊരുതി തനിക്ക് ജയിക്കാൻ പറ്റുമോ? എന്തടിസ്ഥാനത്തിലും? എന്താ ഇവരും മിണ്ടാത്തെ? ദ്രോണനോട് പടപൊരുതി ദ്രോണശിഷ്യന്മാര് ജയിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഈ യുദ്ധം എങ്ങനെ ജയിക്കാനാ? എന്നാ ജയിക്കണ്ടേ? വേണം. അപ്പൊ ജയിക്കാനുള്ള വഴി എന്താ? അതിനുള്ള അനുഗ്രഹം മേടിക്കുക. ആരുടെ അടുത്തുനിന്ന്? വേണ്ടപ്പെട്ടവരുടെ അടുത്ത്. അതിനാണ് പോകുന്നത്. അനുമാന്യ യഥാശാസ്ത്രം യസ്തു യുദ്ധേത് മഹത്തരൈഃ ധ്രുവസ്തസ്യ ജയേ യുദ്ധേ ഭവേദിതി മതിർമമ. എന്റെ അഭിപ്രായം അർജുന കേട്ടോളൂ. ശാസ്ത്രം, ശാസ്ത്രോക്തികളും ശാസ്ത്രാചാരം, സദാചാരം, ശിഷ്ടാചാരമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആരാണോ വേണ്ടതുപോലെ പോയി മുതിർന്നവരുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിച്ച് യുദ്ധം ചെയ്യുന്നത് ആ ആൾക്ക് ധ്രുവമാണ് ജയം. ഒരു തരത്തിലും അവർ തോൽക്കില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. യുധിഷ്ഠിരൻ നേരെ ചെന്നു മുത്തശ്ശന്റെ മുൻപിൽ. അവിടെ ചെന്ന് കാക്കൽ വീണ് നമസ്കരിച്ചു. നമസ്കരിച്ച ആ യുധിഷ്ഠിരൻ പറയുകയാണ്, എൻ്റെ പ്രേക്ഷകരെ, ഇതാണ് ഭാരതം, ഇതാണ് നമ്മുടെ സംസ്കാരം. നമ്മുടെ തങ്കലിപികളിൽ എഴുതി വച്ച, ശാശ്വത ഭാഷയിൽ എഴുതി വച്ചിട്ടുള്ള സംസ്കാരമാണിത്. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ചുഴിഞ്ഞ് പരിശോധിച്ചു നോക്കൂ. നിങ്ങളുടെ നന്മബോധം ഇതേമാതിരി ഒന്നാണോ, അതോ ഉപരിപ്ലവമോ സൂപ്പർഫിഷ്യലോ എന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് തന്നാ ഇന്നൊക്കെയുണ്ട്, നാളെ തന്നില്ലെങ്കിൽ പട്ടി കുരയ്ക്കണമാതിരി കുരയ്ക്കുന്നതാണ് നമ്മുടെ സ്വഭാവം. ഇന്നലെ വരെ തന്നതിനൊരു കൃതജ്ഞത നമ്മുടെ മനസ്സിലില്ല. അങ്ങനെ വളരെ ക്ഷിപ്രം, തുച്ഛം, ക്ഷുദ്രമായിരിക്കുന്ന വികാരങ്ങളും നന്ദികളുമൊക്കെയാണ് നമുക്കുള്ളത്. അതൊക്കെ ഒന്ന് വിട്ട് വിശാലമായി ചിന്തിക്കൂ. നിങ്ങളുടെ മനസ്സ് കരിങ്കല്ലല്ല, അത് പാറക്കല്ലല്ല, അത് പാറക്കല്ലല്ല, മണ്ണാങ്കട്ടയല്ല. അത് ജീവസ്സുള്ളതാ, ചേതനാമയമായിരിക്കുന്ന ഒരു ഘടകമാണ് ഈ മനസ്സ്. അത് വെണ്ണയ്ക്ക് ഉരുകാൻ ചൂട് വേണം, നമ്മുടെ മനസ്സിന് ഉരുകാൻ ചൂട് ആവശ്യമില്ല. ആലോചിച്ചാൽ മതി, വല്ല വർത്തമാനങ്ങളും കേട്ടാൽ മതി. നമുക്ക് തൊണ്ടയിടറും, കണ്ണിന്ന് വെള്ളം വരും. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ഒക്കെ എങ്ങനെയാ ഉണ്ടാവുന്നത്? അപ്പൊ നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കണം. നല്ല മനസ്സുണ്ടാവണം നമുക്ക്. അതിനെപ്പറ്റി വിവരിക്കുകയാണ്. ആമന്ത്രയേ ത്വാം ദുർധർഷ ത്വയാ യോസ്യാമഹേ സഹ അനുജാനീഹി മാം താത ആശിഷശ്ച പ്രയോജയ. ആമന്ത്രയേ ത്വാം ദുർധർഷ ത്വയാ യോസ്യാമഹേ സഹ അനുജാനീഹി മാം താത ആശിഷശ്ച പ്രയോജയ. അവിടെ ചെന്നിട്ട് ഒരു ദുർബലനായിട്ടല്ല സംസാരിക്കുന്നത്. ആര്? യുധിഷ്ഠിരൻ. തികഞ്ഞ വിവേകമൂർത്തി, വിശേഷബുദ്ധിയുടെ അവതാരമൂർത്തിയായിട്ടാണ് സംസാരിക്കുന്നത്. ആമന്ത്രയേ ത്വാം ദുർധർഷ. എല്ലാവിധത്തിലും കീഴടക്കാൻ പറ്റാത്തവനാണ് അങ്ങ്. അങ്ങുള്ളപ്പോൾ ലോകത്തിൽ ഒരാളും അങ്ങയെ കീഴടക്കാനില്ല. അങ്ങനെ ദുർധർഷനായിരിക്കുന്ന അങ്ങയോടുകൂടി ത്വയാ യോസ്യാമഹേ സഹ, അങ്ങയോടുകൂടി ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തു വേണം? എനിക്ക് ഒന്നും പറയാനില്ല. അനുജാനീഹി മാം താത, എനിക്ക് അനുജ്ഞ തന്ന് യുദ്ധം ചെയ്യാനുള്ള സമ്മതം തന്ന് അനുഗ്രഹിക്കൂ. ആശിഷശ്ച പ്രയോജയ. നീ യുദ്ധം ചെയ്തോ എൻ്റെ പൊന്നു പൗത്ര, എനിക്ക് ഒരു ദുഃഖവും ഇല്ല, വിഷമവും ഇല്ല, എനിക്ക് സമ്മതാണ്. അതിന് വേണ്ടത്ര അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ ചൊരിയൂ. അങ്ങയോടുകൂടി യുദ്ധം ചെയ്യാൻ പോവാണ് ഞങ്ങളെന്ന്. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പെരുമാറ്റച്ചട്ടം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? താനുണ്ണാത്തേവര് വരം കൊടുക്കില്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, അവൻ മിനിഞ്ഞാന്ന് നിന്നോട് കോപിച്ചവനാ. 10 ദിവസം മുമ്പ് എന്തോ നിന്നെ കണ്ട് വേണ്ടാത്തത് പറഞ്ഞു. അവന്റെ മുഖം നോക്കരുത്, തിരിഞ്ഞു നടന്നോന്ന്. ഇതാണ് നമ്മുടെ പറച്ചിൽ. അതുകൊണ്ട് നഷ്ടം ആർക്കാ? നിങ്ങൾക്കാ നഷ്ടം. ബാക്കിയുള്ളവർക്ക് ഒരു നഷ്ടവും ഇല്ല. ഒരാളെ എന്തോ ഒന്ന് തെറ്റായി പെരുമാറി എന്ന് പറഞ്ഞാൽ ആളെ മുഴുവൻ വെറുക്കേണ്ട ആവശ്യം എന്താ? നിങ്ങളുടെ മനസ്സ് നിങ്ങൾ വിശാലമാക്കൂ. ഭാരതീയത ആവശ്യപ്പെടുന്നത് അതാണ്.
ഇടുങ്ങിയ മനസ്സോടുകൂടി ജീവിക്കാൻ നമ്മളോട് ആരും പറയുന്നില്ല. ശുഗസാരണന്മാര് രാവണന്റെ ചാരന്മാരായി രാമസൈന്യത്തെ ഒന്ന് നിരീക്ഷിച്ചു വന്ന് റിപ്പോർട്ട് തരാൻ പറഞ്ഞ് അവർ വന്നപ്പോൾ വിഭീഷണൻ കണ്ടുപിടിച്ചു. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ. കണ്ടുപിടിച്ചപ്പോ എല്ലാവരും കൂടി പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് ഇടിക്കാനും കുത്താനും നോക്കുമ്പോൾ രാമൻ പറഞ്ഞു, മിണ്ടരുത്, വിടൂ, എന്താ നിങ്ങൾക്ക് വേണ്ടേ? രാവണൻ പറഞ്ഞയച്ചിട്ടാ വന്നിരിക്കണം, എന്തിനാ? അങ്ങയുടെ സൈന്യമൊക്കെ ഒന്ന് നിരീക്ഷിച്ചു പോവാൻ, ഇത്രയല്ലേ ആവശ്യമുള്ളൂ, കൂട്ടിക്കൊണ്ടുപോയി എല്ലാം കാണിച്ചു കൊടുക്കൂ, പാളയങ്ങളും കാണിക്കൂ എന്നാ പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇതാണ് ഭാരതം. നിങ്ങളുടെ ഈ പുളിയും കുരു പോലെയുള്ളൊരു മനസ്സ്, അതൊക്കെ ഒന്ന് കളയേനപ്പാ. മനസ്സ് വിശാലമാവട്ടെ. രണ്ടുപേര് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കൂടുതലായിട്ടൊരു സന്നാഹവും അവർക്ക് കൂട്ടാൻ പറ്റില്ല. ജംബൂദ്വീപത്തിന്റെ ഉള്ളിലുള്ള എല്ലാ സൈന്യവും അവിടെ വന്നിട്ടുണ്ട്. പരസ്പരം സൈന്യങ്ങളെ ഒന്ന് കണ്ടതുകൊണ്ട് എന്താ വിശേഷം? എന്താ കുറവ്? ഒരു കുറവുമില്ല. കാണിച്ചു കൊടുത്ത് പറഞ്ഞയക്കാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം എന്ന് മനസ്സിലാക്കൂ. ഈ ഒളിവ് മറവ് മിണ്ടരുത്. എന്താത്? ഉള്ള കാര്യം തുറന്നു പറയാൻ ആരോട് ചോദിക്കണം? ആരുടെ സമ്മതം വേണം? നമുക്ക് അനാവശ്യമായിരിക്കുന്ന ഗുണവിശേഷങ്ങൾ, ദുർഗുണങ്ങൾ ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ പേടിക്കണ്ടു. സദ്ഗുണങ്ങൾക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ ചെന്ന് പറഞ്ഞത് ഇതാണ്, ആശിഷ പ്രയോജയ. ഇത് പറഞ്ഞു പൗത്രൻ. ഇനി ഭീഷ്മൻ മുത്തശ്ശൻ എന്താ പറയാൻ പോണത്? ഇതാണ് വ്യാസദേവൻ ഓരോ സന്ദർഭത്തിലും നമുക്ക് ഓതിത്തരുന്നത്. ഏത് രംഗമായാലും ഒരു മനുഷ്യന്റെ മനസ്സ് എങ്ങനെ ചിന്തിക്കണം? പടപുരുതാൻ തയ്യാറായി യുദ്ധക്കളത്തിൽ വന്ന് സംശയങ്ങളെല്ലാം തീർന്ന്, ശംഖുവിളി ഭേരിയെല്ലാം കഴിഞ്ഞ് സംശയങ്ങളും തീർന്ന് ശരവിസർജനം മാത്രം ബാക്കിയുള്ള സമയത്താണ് എതിർ സൈന്യത്തിലേക്ക് പോയതും ഇങ്ങനെ പറഞ്ഞത്. ഭീഷ്മന്റെ മറുപടി, യദ്യേവം നാഭിഗച്ഛേധ യുധിമാം പൃഥിവീപദേ ശവേയം ത്വാം മഹാരാജ പരാഭാവായ ഭാരത. വളരെ നന്നായി എൻ്റെ പൗത്ര, താത, വളരെ നന്നായി. നീ ഇതെങ്ങാനും ചെയ്യാതെ ഇരുന്നിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് വേറെയായിരിക്കും വിചാരം. യദ്യേവം നാഭിഗച്ഛേധ യുധിമാം പൃഥിവീപദേ. മഹാരാജാവേ, അങ്ങ് എൻ്റെ അടുക്കലേക്ക് ഇതേപോലെ വന്ന് നമസ്കരിച്ച് എൻ്റെ അനുജ്ഞ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നുണ്ടെങ്കിലോ ശപേയം ത്വാം മഹാരാജ, ഞാൻ ശപിച്ചിട്ടുണ്ടാവും. പരാഭാവായ ഭാരത. കണ്ടോ, ഞാൻ ദുര്യോധന്റെ പക്ഷത്തിലല്ല. ഹസ്തിനപുരത്തിൽ പണ്ടുകാലം മുതൽക്കുള്ളവനാണ്. ഈ കുട്ടികളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെയുണ്ട്. കല്യാണം കഴിച്ച് എനിക്ക് കുട്ടികളുണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശന്തനു എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ച് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടിരിക്കുന്നു. അന്ന് കാലം മുതൽക്ക് തന്നെ, ജനിച്ച കാലം മുതൽക്ക് തന്നെ കുരു സിംഹാസനത്തിന്റെ ഉടമസ്ഥനായിട്ട് ഞാൻ ഇരിക്കുകയാണ്. വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് രാജപട്ടം എനിക്കില്ലെങ്കിലും ഞാൻ മഹാരാജാവ് തന്നെയാണ്. അങ്ങനെ പണ്ടേ മുതൽക്ക് ഞാൻ കുരു സ്ഥാനത്തുള്ള സമയത്ത് ഈ മഹാഭാരത യുദ്ധം വരുമ്പോ എന്തിനെ ചൊല്ലിയും പേടിച്ചോ പാപഭയം കൊണ്ടോ പുറത്തു പോണതിൽ അർത്ഥമില്ല. ഞാനൊരു പ്രാജ്ഞനാണ്, ദ്വന്ദ്വാതീതനാണ്. എനിക്ക് ഇവിടെ കിടന്ന് യുദ്ധം ചെയ്ത് നിങ്ങളുടെ ശരമേറ്റ് മരിച്ചാലും അല്ല ഇവിടുന്ന് പോയി കാട്ടിൽ വീണ് മരിച്ചാലും ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ ദ്വന്ദ്വങ്ങളെയൊക്കെ അതിജീവിച്ചിരിക്കുന്ന മഹാപ്രാജ്ഞനാണ്. അതുകൊണ്ടാണ് പോകാതിരിക്കുന്നത്. ദുര്യോധന്റെ പക്ഷത്തിൽ സൈന്യത്തലവനായി എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ കൊല്ലാൻ ഒരു കാലത്തും തയ്യാറായിരുന്നില്ല. നിങ്ങൾ എങ്ങാനും തെറ്റിദ്ധരിച്ച് എൻ്റെ അടുത്ത് വന്ന് അനുജ്ഞ മേടിക്കാതെ ഇരുന്നെങ്കിൽ വലിയ അപകടമായേനെ എന്ന് അദ്ദേഹം പറയുന്നത്. ശപേയം ത്വാം മഹാരാജ പരാഭാവായ ഭാരത. അതുകൊണ്ട് നീ വന്ന നിലയ്ക്ക് എന്നെ നമസ്കരിച്ചുവല്ലോ, ഇതേമാതിരി അപേക്ഷിച്ചല്ലോ. എനിക്ക് പറയാനുള്ളത് എന്താ? പ്രീതോഹം പുത്രയുദ്ധ്യസ്വ ജയമാപ്നുഹി പാണ്ഡവ. നിങ്ങളിത് എങ്ങനെയാണാവോ കേൾക്കണത്? എനിക്കറിയില്ല. നിങ്ങളിത് വെറുതെ കേൾക്കുക. ഒരു ഭൂമാനന്ദ സ്വാമിജി വന്ന് ഭാരതത്തിൽ ഉള്ളത് ഇല്ലാത്തതൊക്കെ പിറക്കി കൊണ്ടുവന്ന് ഞങ്ങളുടെ മുൻപേ ഇങ്ങനെ നിരത്തി വെക്കുകയാണെന്നാണോ നിങ്ങൾക്ക് തോന്നണത്? അതോ മനുഷ്യ മനസ്സിന്റെ ചരിത്രവും പെരുമാറ്റവുമാണോ ഈ സ്വാമിജി വിവരിക്കുന്നത് എന്ന്? മനുഷ്യ മനസ്സിന്റെ സ്വഭാവവിശേഷം, അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സാധ്യതകൾ, സംഭാവ്യതകൾ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ മനസ്സിനെ വളർത്തിയെടുക്കാനുള്ളതാണ് മനുഷ്യജന്മം.
ശരീരത്തിനെ പോഷിപ്പിച്ച് ശ്മശാനത്തിലേക്ക് പോകാനുള്ളതല്ല, മനസ്സിനെ വളർത്തിയെടുക്കാനുള്ളതാണ്. വികാരഭൂയിഷ്ടമായിരിക്കുന്ന മനസ്സിൽ ആ വികാരങ്ങളെ മെരുക്കിയെടുത്ത് എത്രത്തോളം വിശേഷബുദ്ധി കൊണ്ട് നമുക്ക് ഔത്കൃഷ്ട്യം നേടാൻ പറ്റുമോ അത്രത്തോളം നേടി സുഖസമ്പൂർണതയോടുകൂടി, ജന്മസാഫല്യതയോടുകൂടി, വിശ്വവാത്സല്യത്തോടുകൂടി നമ്മുടെ ശരീരം വിടാൻ നമുക്ക് സാധിക്കണം. അതാണ് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം. അത് ഓരോ ഭാഗത്തും തെളിച്ച് തെളിച്ച് പറഞ്ഞു തരുന്നതാണ്. പ്രീതോഹം, എനിക്ക് വളരെ സന്തോഷമായി. പുത്ര യുദ്ധസ്വ, അസ്സലായിട്ട് യുദ്ധം ചെയ്തോളൂ. മുത്തശ്ശനാണെന്ന് വിചാരിക്കണ്ട. എന്റെ മുൻപിൽ വന്ന കൂർത്ത് മൂർത്ത ശരം പ്രയോഗിച്ചോളൂ. ആ ശരം പ്രയോഗിക്കുമ്പോ എന്റെ പൗത്രന്മാര് പ്രയോഗിക്കുന്ന ശരത്തിന് നല്ല മൂർച്ചയുണ്ട്, നല്ല ഉന്നവുമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുകയുള്ളൂ. ദേഷ്യപ്പെടില്ല, സങ്കടമുണ്ടാവില്ല. ജയമാപ്നുഹി പാണ്ഡവ, അങ്ങനെ വീരധീര യുദ്ധം ചെയ്ത്, ധർമ്മയുദ്ധം ചെയ്ത് നിനക്ക് ജയമുണ്ടാകട്ടെ. യത്തേഭിലഷിതം ചാന്യത് തദവാപ്നുഹി സംയുഗേ. ഇനി നിനക്ക് എന്തെല്ലാം വേണോ അതൊക്കെ ചോദിച്ചോളൂ, ഞാൻ തരാൻ തയ്യാറാണ്. അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്തു അർത്ഥോ ന കസ്യചിത് ഇത് സത്യം മഹാരാജ ബദ്ധോസ്മി അർത്ഥേന കൗരവൈഃ. അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്തു അർത്ഥോ ന കസ്യചിത് ഇത് സത്യം മഹാരാജ ബദ്ധോസ്മി അർത്ഥേന കൗരവൈഃ. നിനക്കൊരു സംശയമുണ്ടാവാം. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ദുര്യോധനൻ അധർമ്മിയാണ്, പാപിയാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷവും ഞങ്ങളുടെ മുത്തശ്ശൻ എന്തിനാ ആ ഭാഗത്ത് നിൽക്കുന്നത്, അതും സൈന്യത്തലവനായി എന്നൊരു ചോദ്യമൊക്കെ നിനക്കുണ്ടാവാം. അതിനെനിക്ക് മറുപടി പറയാനുള്ളത് കേട്ടോളൂ. അർത്ഥസ്യ പുരുഷോ ദാസോ, ഇത് വലിയ ഒരു പ്രസ്താവനയാണ് മഹാഭാരതത്തിൽ. അർത്ഥം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള വിഭവം, ധനം, സമ്പത്ത്. ആ സമ്പത്തിന് അടിമയാണത്രേ ലോകത്തിലുള്ളവരെല്ലാവരും. നമുക്ക് എത്രത്തോളം കാലം ശരീരമുണ്ടോ ആ ശരീരത്തെ നിലനിർത്താൻ ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണത്തിന് അടിമയാ നമ്മള്. ആ ഭക്ഷണം നമ്മളുടെ കയ്യിലില്ലെങ്കിൽ ആരെങ്കിലും തരുന്ന ഭക്ഷണം നമുക്ക് കഴിക്കേണ്ടി വരും. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ തരുന്ന ആളോട് നമുക്കൊരു കൂറില്ലാതെ പറ്റില്ല. എത്ര കടിക്കണമെന്നായും അതിന് ഭക്ഷണം കൊടുക്കുന്ന ആളെ കടിക്കില്ല. ഒരു കൂറ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ പഴയ കാലം മുതൽക്ക് തന്നെ കുരുസിംഹാസനത്തെ പരിരക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ആദ്യമേ മുതൽക്ക് ഇവിടെ ഇരുന്നവനാണ്. അതിനുശേഷമാണ് നിങ്ങളൊക്കെ ജനിച്ചത്. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കൊണ്ട് രാജ്യം പങ്കുവെച്ചു, രണ്ടാളെ രണ്ടു തരത്തിലേക്ക് പറഞ്ഞയച്ചു. ഒരു കൂട്ടർക്ക് കുശുമ്പും കുരുഷ്ടും അസഹിഷ്ണുതയും നിന്നില്ല. അത് മൂത്ത് കള്ളച്ചൂതായി. ആ കള്ളച്ചൂത് കളിച്ച് കാട്ടിലേക്ക് പറഞ്ഞയച്ചു. തിരിച്ചതാ വന്നിരിക്കുന്നു. അവസാനം ചോദിച്ചപ്പോ കൊടുക്കാൻ തയ്യാറില്ല. കൃഷ്ണൻ ദൂത് പറയാൻ വന്ന സമയത്ത് ഞാനടക്കം, ധൃതരാഷ്ട്രനടക്കം, വിതുരനടക്കം എല്ലാവരും, കൃപാചാര്യരും എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കി. പക്ഷേ ദുര്യോധനൻ കൂട്ടാക്കുന്നില്ല. ഞങ്ങൾക്ക് പറയാനേ പറ്റുള്ളൂ, കൈ പിടിച്ച് ചെയ്യിക്കൂ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സാധിക്കില്ല. പറഞ്ഞു കൊടുക്കാം. ഓരോ യുവാവിനും ഓരോരോ യുവതിക്കും അവൻ്റെതായ അവളുടേതായ മനസ്സുണ്ട്. ആ മനസ്സിൽ തോന്നുന്ന മാതിരി അത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അറിയാത്തത് പറഞ്ഞു കൊടുക്കാം. അത് ഉൾക്കൊണ്ട് വേണ്ടതുപോലെ പ്രവർത്തിക്കേണ്ട പൂർണ്ണ സ്വാതന്ത്ര്യം വ്യക്തിക്കാണ്. അതിനെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ സമയാസമയത്ത് എല്ലാം വേണ്ടതുപോലെ ഉപദേശിച്ചു. ദുര്യോധനൻ കേൾക്കാൻ തയ്യാറായില്ല. അവസാനം എന്നെ സൈന്യത്തലവനാക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു സൈന്യത്തലവനാക്കാം. ആദ്യം വിസമ്മതിച്ചു, പിന്നെ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ സൈന്യത്തലവനാണ് എന്ന് പറഞ്ഞ് പാണ്ഡവന്മാരെ വെറുക്കാൻ എനിക്ക് സാധിക്കില്ല. നിന്നോട് എത്രത്തോളം അനുഭാവമുണ്ടോ അത്രത്തോളം അനുഭാവം പാണ്ഡവന്മാരോടുമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിന് ഒരു തരത്തിലും ശത്രുതയില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ദുര്യോധന്റെ അടുത്ത് പ്രത്യേകം മിത്രഭാവവും എനിക്കില്ല. ഞാൻ ദ്വന്ദ്വങ്ങൾക്ക് അതീതനാണ്. എന്നാൽ ഇത്ര നാളും ഇവിടുന്നുള്ള ചോറ് കഴിച്ച് ഇവിടെ കഴിച്ച് യുദ്ധം വന്ന സമയത്ത് മാത്രം ദുര്യോധനെ വെറുത്ത് പുറത്തു പോയാൽ അത് ശരിയല്ലാത്തൊരു നടപടിയാവും. ലൗകികർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാലും അത് വാസ്തവത്തിൽ ധർമ്മബുദ്ധിക്കനുസരിച്ച് നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാനിവിടെ നിൽക്കുകയാണ്. അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്ത്വർത്ഥോ ന കസ്യചിത്. പണം അല്ലെങ്കിൽ ധനം ഒരാൾക്കും ദാസനല്ല, എല്ലാവരും പണത്തിന് ദാസനാണ്. ഇത് സത്യം മഹാരാജ. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ല് സത്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളവും. ബദ്ധോസ്മി അർത്ഥേന കൗരവൈഃ. കൗരവന്മാരുണ്ടല്ലോ, ആ കൗരവന്മാര് എനിക്ക് തുടർച്ചയായി ആഹാരം തരണു, ഭക്ഷണം തരണു, പാർപ്പിടം തരണു എന്നുള്ളതിന്റെ പേരിൽ
എന്നെ ബന്ധിച്ചിരിക്കുകയാണ് അവര്. അതിന് കൂറില്ലാതെ കാണിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് ഞാൻ ലജ്ജയില്ലാതെ നിന്നോട് പറയട്ടെ, അധസ്ത്വാം ക്ലീബവദ്വാക്യം ബ്രവീമി കുരുനന്ദന ഭൃതോസ്മി അർത്ഥേന കൗരവ്യ യുദ്ധാദന്യത് കിമിച്ഛതി. അധസ്ത്വാം ക്ലീബവദ്വാക്യം, ഞാൻ ക്ലീബനെ പോലെ സംസാരിക്കുകയാണ്, നപുംസകത്തിനെ പോലെ സംസാരിക്കുകയാണ്. ബ്രവീമി കുരുനന്ദന ഭൃതോസ്മി അർത്ഥേന കൗരവ്യ. കുരുവംശജ, അർത്ഥം കൊണ്ട് ധനം കൊണ്ട് ഈ ചോറ് തന്ന് വസ്ത്രം തന്ന് എന്നെ പരിപാലിക്കണമല്ലോ. ആ ഒരൊറ്റ കാര്യം കൊണ്ട് ഈ ദുര്യോധൻ എന്നെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. യുദ്ധാദന്യത് കിമിച്ഛതി. അതുകൊണ്ട് ഞാൻ ഈ പക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യും. ആ യുദ്ധം ചെയ്യുക എന്നുള്ളൊരു കാര്യം ഒഴിച്ചു നിർത്തി നിനക്ക് എന്താണോ ആവശ്യം ചോദിച്ചോളൂന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഞാനിത് പറയുമ്പോൾ? യുദ്ധം ഒഴിച്ച് എന്ത് വേണോ അത് ചോദിച്ചോളൂ. യുദ്ധം ഞാനിവിടെ നിന്ന് ചെയ്യും, വേറെ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് യുധിഷ്ഠിരൻ പറയാണ്. മന്ത്രയസ്വ മഹാബാഹോ ഹിതൈഷീ മമ നിത്യശഃ യുദ്ധസ്യ കൗരവസ്യാർത്ഥേ മമ ഈശ സതതം വരഃ. മന്ത്രയസ്വ മഹാബാഹോ ഹിതൈഷീ മമ നിത്യശഃ. ശരി മുത്തശ്ശ, അങ്ങ് യുദ്ധം ചെയ്തോളൂ. അജയ്യനാണ്, അമ്പും വില്ലും പ്രയോഗിച്ച് എത്ര വേണമെങ്കിൽ എൻ്റെ സൈന്യത്തിലുള്ളവരെ കൊന്നോളൂ, എനിക്കൊരു വിരോധവുമില്ല. ഹിതൈഷീ മമ നിത്യശഃ. എന്നാൽ ഒരു നിമിഷം പോലും എൻ്റെ ഹിതം അങ്ങയുടെ മനസ്സിൽ നിന്ന് പോകരുത്. പടപൊരുതുന്നത് ഇവിടെ ആയിക്കോട്ടെ, അമ്പുകൾ പുറപ്പെടുന്നതും ഞങ്ങളുടെ നേരെ ആയിക്കോട്ടെ, ആൾക്കാരിങ്ങനെ ചെത്തു വീണോട്ടെ, പക്ഷേ അങ്ങയുടെ മനസ്സിൽ എൻ്റെ ഹിതമായിരിക്കണം എപ്പോഴും നിരന്തരം പ്രവർത്തിക്കുന്നത്. യുദ്ധസ്യ കൗരവസ്യാർത്ഥേ. ദുര്യോധന പക്ഷത്തിൽ നിന്ന് കൗരവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂ. മമൈഷ സതതം വരഹ. എനിക്ക് വേണ്ടി, എൻ്റെ ജയത്തിന് വേണ്ടി അങ്ങ് സങ്കല്പിക്കണം, ചിന്തിക്കണം, അങ്ങയുടെ അനുഭാവം വേണം, വേണ്ടതൊക്കെ ചെയ്യണം. എന്തു പറയുന്നു? ഇങ്ങനെയുമുണ്ടോ അപ്പ ഒരു മനസ്സ്? ആലോചിക്കും. അങ്ങനെയുണ്ട് ഒരു മനസ്സ്. സാധാരണ അമ്മമാര് 4 മക്കളുണ്ട്, അതിൽ 1-2 മക്കള് മോശമാണ്, പിന്നെ ഒരാൾ ഇത്തിരി സമ്പത്താണ്, പുറമെയൊക്കെ പോയിട്ടുണ്ട്. ആ ആള് വരുമ്പോൾ പ്രത്യേക അറേഞ്ച്മെന്റ് ചെയ്യാം. അമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കണ്ടിട്ടുണ്ടേ. ഈ സ്വാമിജി 7ാമത്തെ കുട്ടിയാട്ടോ കുടുംബത്തില്. ഈ പാറളിക്കാട്ട് മുഴുവൻ എനിക്കറിയാം. ഇന്നത്തെ പാറളിക്കാടല്ല, ഞാൻ ജനിച്ച കാലത്തുള്ളത്. അപ്പൊ മനുഷ്യരുടെ മനസ്സ് ഇന്ന തരത്തിലാന്ന് നിങ്ങൾ ആരും എന്നോട് പറയണ്ട. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടിട്ടുണ്ട്, സഹോദരന്മാരെ കണ്ടിട്ടുണ്ട്, ഒടുക്കത്തെ കുട്ടിയാ, എല്ലാം കണ്ടിട്ടുണ്ട്. ഭേദബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുന്നവരല്ല എല്ലാവരും. ഇവിടെ പറയാണ്, മമൈഷ സതതം വരഃ രാജൻ കിമത്ര സാഹ്യം തേ കരോമി കുരുനന്ദന കാമം യോത്സ്യേ പരസ്യാർത്ഥേ ബ്രൂഹിയത്തേ വിവക്ഷിതം. രാജൻ കിമത്ര സാഹ്യം തേ കരോമി കുരുനന്ദന. യുധിഷ്ഠിരനോട് അഭിസംബോധന ചെയ്ത് പറയാണ്, മഹാരാജാവേ, അങ്ങ് എന്നോട് പറയൂ, അങ്ങയ്ക്ക് എന്താ വേണ്ടതെന്ന്. കാമം യോത്സ്യേ പരസ്യാർത്ഥേ. അങ്ങയുടെ ശത്രുക്കളായിരിക്കുന്ന ഈ ദുര്യോധനന്മാർക്ക് വേണ്ടിയാണ് ഞാൻ കയ്യും കാലും അമ്പും വില്ലും ഉപയോഗിച്ച് പൊരുതുക. ആ ഒരു കാര്യം അവിടെ ഇരിക്കട്ടെ. അതുകൂടാതെ നിന്റെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യം എന്തോ അതെന്നോട് ചോദിച്ചോളൂ. ഫ്രീ ആയിട്ട് പറയണു. പടക്കളത്തിലാണത് നടക്കുന്നത്. ഇത് തടുത്തു നിർത്താൻ ദുര്യോധനന് സാധിക്കില്ല. ദുര്യോധനൻ ആവശ്യപ്പെട്ടത് എന്താ? സൈന്യത്തലവനായിരിക്കണം എന്ന്. ആ സൈന്യത്തലവനായി അവിടെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് മനസ്സെങ്ങനെ വേണം, ഇന്ന തരത്തിൽ വേണം എന്ന് പറയാൻ ദുര്യോധനന് പറ്റില്ല. മനസ്സിന്റെ ഒരു ഗതി വേറെയാണ്. ദുര്യോധന്റെ പക്ഷത്തിലിരുന്ന് യുദ്ധം ചെയ്യണം, സൈന്യത്തലവനാകണം എന്ന് മാത്രമേ ദുര്യോധനൻ ആവശ്യപ്പെട്ടുള്ളൂ. അതിന് സമ്മതിക്കും ചെയ്തു. അതുകൊണ്ട് അപ്പൊ തന്നെ പറഞ്ഞു, പാണ്ഡവന്മാർക്കുള്ള അനുഭാവം എനിക്ക് ഇല്ലാതെയാക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, കഥം ജയേയം സംഗ്രാമേ ഭവന്തമപരാജിതം ഏതന്മേ മന്ത്രയഹിതം യദി ശ്രേയഃ പ്രപശ്യസി. കഥം ജയേയം സംഗ്രാമേ ഭവന്തം അപരാജിതം. എന്റെ മുത്തശ്ശ, അങ്ങ് അപരാജിതനാണല്ലോ. അത് ഞാൻ പറഞ്ഞിട്ട് വേണ്ട. അങ്ങയുടെ മുമ്പിൽ നിന്ന് പടപൊരുതി ജയം നേടാൻ ലോകത്തിൽ ഒരാളുമില്ല. അമ്പും വില്ലും കയ്യിലെടുത്ത് നിന്നാൽ എന്റെ മുത്തശ്ശന്റെ അടുത്ത് പൊരുതാൻ ലോകത്തിൽ ഒരാളുമില്ല എന്നുള്ളത് അറിഞ്ഞ വിഷയമാണ്. അപ്പോഴോ കഥം ജയേയം സംഗ്രാമേ, ഇതൊരു ധർമ്മയുദ്ധമാണ്. അങ്ങയ്ക്കറിയാം, ഞാൻ ഈ യുദ്ധം
ഇല്ലാതെയാക്കാൻ വേണ്ടി പലതും പരിശ്രമിച്ചു. കൃഷ്ണനെ പറഞ്ഞയച്ചു. 7 ഗ്രാമം മാത്രം തന്നാ മതി എന്ന് പറഞ്ഞു. പകുതി രാജ്യമൊക്കെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞ് പലതും പരിശ്രമിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ദുര്യോധനൻ കൂട്ടാക്കാതെ എന്റെ രാജ്യമാണ്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വേണമെങ്കിൽ പടപൊരുതി എന്നെ തോൽപ്പിച്ചു കൊണ്ടുപോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ നിവൃത്തിയില്ലാതെ ഗത്യന്തരമില്ലാതെ ഞങ്ങൾ യുദ്ധം ചെയ്യാണ്. ആ യുദ്ധത്തിനെ പറ്റി അങ്ങയ്ക്ക് അറിയാം. അപ്പൊ ഞങ്ങളുടെ ഭാഗം ജയിക്കണമെങ്കിൽ, ഞങ്ങൾക്ക് താമസ സ്ഥലം കിട്ടണമെങ്കിൽ ഇതിൽ ജയം ആവശ്യമാണ്. അപ്പൊ അങ്ങയടക്കമുള്ള സൈന്യത്തെ എങ്ങനെ ജയിക്കും എന്ന് പറഞ്ഞു തരൂ. കേൾക്കണുണ്ടോ നിങ്ങള്? എനിക്കൊരു സംശയം തോന്നുക. ഏതന്മേ മന്ത്രയഹിതം യതി ശ്രേയ പ്രപശ്യസി. അങ്ങയുടെ ആവശ്യം ധർമ്മപ്രതിനിധികളും ധർമ്മവക്താക്കളും ധർമാനുസാരികളുമായിരിക്കുന്ന ഞങ്ങൾ ജയിക്കണം ഈ യുദ്ധത്തിൽ, തന്മൂലം ലോകത്തിന് മുഴുവൻ മംഗളമുണ്ടാകണം, നന്മയുണ്ടാകണം എന്നാണെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും എന്ന് പറഞ്ഞു തരൂ. ഭീഷ്മൻ അത് കേട്ടിട്ട് പറയാൻ, നസ്മതം താതപശ്യാമി സമരേയോ ജയേതമാം നതാവൻ മൃത്യുകാലോപി പുനരാഗമനം ഗുരു. നീ പറഞ്ഞത് ശരിയാണ് എന്റെ യുധിഷ്ഠിര. അമ്പും വില്ലുമായി യുദ്ധക്കളത്തിൽ ഞാൻ രഥത്തിൽ നിൽക്കുന്നിടത്തോളം കാലം എന്നെ പൊരുതി താഴത്തേക്ക് തട്ടിയിടുക അസംഭാവ്യമാണ്, സാധിക്കില്ല. അതേസമയം എനിക്ക് തോന്നുന്നു എനിക്ക് മരിക്കാനോ ദേഹം വിടാനോ ഉള്ള കാലം ആയിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാനിതിന് മറുപടി പറയില്ല. ആ സമയം വരുമ്പോ രണ്ടാമതും എൻ്റെ അടുത്ത് വരൂ, അപ്പൊ ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞ് അയച്ചു അത്രേ. നസ്മതം താതപശ്യാമി സമരേയോ ജയേതമാം നതാവൻ മൃത്യുകാലോപി പുനരാഗമനം കുരു. ഇങ്ങനെയൊക്കെയുള്ള സംവാദം വേദവ്യാസ മഹർഷി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? ധർമ്മക്ഷേത്രമായതുകൊണ്ട്. അവിടെ നടക്കാൻ പോകുന്ന യുദ്ധം ധർമ്മയുദ്ധമാണ്. പക്ഷേ അധർമ്മപക്ഷത്തിൽപ്പെട്ടവർക്കാണ് സംഖ്യാബലം കൂടുതൽ. അവരുടെ പക്ഷത്താണ് അജയ്യരായിരിക്കുന്ന യോദ്ധാക്കന്മാർ ഒന്നല്ല. ഒരു ഭാഗത്ത് ഭീഷ്മൻ, മറുഭാഗത്ത് ദ്രോണൻ, കൃപാചാര്യൻ, ശല്യൻ, കർണൻ, ഇങ്ങനെ 3-4-5 പേരവിടെ നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും ദുര്യോധനന്റെ പക്ഷത്തിലാണ്. പക്ഷേ ദുര്യോധനൻ അധർമ്മിയാണ്. ആ അധർമ്മയ്ക്ക് എത്ര തന്നെ ബലമുണ്ടെങ്കിലും ശക്തി ഉണ്ടെങ്കിലും അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് വേണം ധർമ്മത്തിന് ജയം നേടാൻ. അത് പെട്ടെന്ന് നോക്കിയാൽ അസാധ്യം, ദുസ്സാധ്യമാണത്. ദുസ്സാധ്യമാണെങ്കിലും അവിടെ ധർമ്മം ജയിച്ചേ തീരുള്ളൂ. അപ്പൊ ആ ധർമ്മത്തിന്റെ ജയപാതയുണ്ടല്ലോ, ആ പാത വളരെ സങ്കീർണമാണ്. അതിന് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു, അവിടെ ആരാരെല്ലാം എങ്ങനെയൊക്കെ പെരുമാറുന്നു. ഈ അധർമ്മം എന്ന് പറയുന്നത് യുധിഷ്ഠിരന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ദുര്യോധനെ സംബന്ധിച്ചിടത്തോളം. അതോ വാസ്തവത്തിൽ ദുര്യോധനൻ അധർമ്മിയാണോ എന്നുള്ള ചോദ്യമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരാം, അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ഉണ്ടാവാം. അതിനൊക്കെ മറുപടി പറയണം വേദവ്യാസ മഹർഷിക്ക്. അദ്ദേഹമാണല്ലോ ഇവരെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ധർമ്മക്ഷേത്ര കുരുക്ഷേത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞെട്ടിക്കുന്നതായ സംഭവ വികാസങ്ങൾ അവിടെ അരങ്ങേറുന്നത്. ധർമ്മഗതി അത് ഉറപ്പുവരുത്താനുള്ള രീതികളുണ്ടല്ലോ, അത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി എളുപ്പമായി എന്ന് വരില്ല. ഇപ്പൊ ദുര്യോധനന്റെ പക്ഷത്തിൽ ഭീഷ്മനില്ല, ദ്രോണനില്ല, കൃപാചാര്യനില്ല, ശല്യനില്ല, കർണനും ഇല്ല എന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്യണത് എളുപ്പമാണ്. അജയ്യരായിരിക്കുന്ന ഈ ആൾക്കാരൊക്കെ അവിടെയുണ്ട്. അതേ സമയത്ത് ഇവർ പടപൊരുതി ജയിക്കും വേണം. കയ്യില് 7 അക്ഷൗണിയേ ഉള്ളൂ, അവിടെ 11 എണ്ണം ഉണ്ട്. ഇത് എങ്ങനെ സാധിക്കുന്ന പറയണേ നിങ്ങള്? അപ്പൊ അതിന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടി വരും. എന്തൊക്കെ സങ്കീർണമായി അവിടെ നടന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേദവ്യാസ മഹർഷി. ഇവിടെ പൊരുതുന്നത് ആരോടാ? ദുര്യോധനോടാണ്. ദുര്യോധൻ ആദരണീയനാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ആ പൊരുതുന്ന സമയത്ത് സൈന്യത്തലവനായി നിൽക്കുന്നത് ഭീഷ്മനാണ്. ആ ഭീഷ്മൻ ശത്രുവല്ല, ആരാധ്യനാണ്. കണ്ട മാത്രയിൽ പോയി പ്രണമിക്കണം, എന്നിട്ട് അനുഗ്രഹവും ആശീർവാദവും ചോദിക്കണം. അങ്ങനെ ഒരാളാണ് അപ്പുറത്തുള്ളത്. അതിൽ ഭീഷ്മനും ദ്രോണരും ഉണ്ട് എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ. അത് ഉള്ളത് കൊണ്ട് ധർമ്മത്തിന്റെ ഗതി മാറാൻ പോണില്ല. ജയിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടിനെ മുഴുവൻ കടത്തി വെച്ച് വേണം നമുക്ക് പോകാൻ. ശത്രുക്കളുമായി പൊരുതുന്നത് ശരി. ശത്രുക്കളും മിത്രങ്ങളുമായി പൊരുതി വരുന്ന സമയത്ത് മിത്രങ്ങളുടെ മനസ്സെങ്ങനെ ഇരിക്കുന്നു, എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമല്ലോ. ആ രക്തബന്ധം വരുത്തി തീർക്കുന്ന ആ സമ്മർദ്ദങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
എന്തിനാണ് ഈ ഭീഷ്മൻ ദുര്യോധന്റെ പക്ഷത്തിൽ തന്നെ പിടിച്ചു നിന്നത്? നിങ്ങൾ ചോദിക്കാം, അദ്ദേഹത്തിന് യുദ്ധം ഡിക്ലെയർ ചെയ്തപ്പോ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞങ്ങോട്ട് പൊക്കൂടേന്ന്, വിഭീഷണൻ പോയ മാതിരി പൊക്കൂടേന്ന്. വിഭീഷണൻ പോയതല്ല, എന്റെ അരമനയിൽ 1/2 സെക്കൻഡ് നിന്നെ കാണരുതെന്ന് പറഞ്ഞ് രാവണൻ നിഷ്കാസനം ചെയ്തതാ. അതേമാതിരി ദുര്യോധനൻ അടിച്ചു പുറത്തേക്ക് ആക്കിയിരുന്നെങ്കിൽ ഇവരെല്ലാവരും പോയിട്ടുണ്ടാവും. അത് ചെയ്തില്ലല്ലോ. ഇപ്പോഴും ഭീഷ്മനോടും ദ്രോണരോടുമെല്ലാം വളരെയധികം കടപ്പാടോട് കൂടിയിട്ടാണ് അവിടെ പെരുമാറുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ രാജധാനിയെ വിട്ടു പോകാൻ അവർക്ക് ഒരവകാശവുമില്ല. 1-2 ആൾക്കാരുടെ മനസ്സ് കെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് കൂടെ നിൽക്കുന്നവരെല്ലാവരും അങ്ങനെ കെട്ടോളണം എന്നില്ല. നിങ്ങളൊക്കെ നോക്കി കല്യാണം കഴിക്കും. കല്യാണം കഴിക്കുമ്പോൾ നോക്കാം, തെരഞ്ഞെടുക്കാം. സന്താനം ഉണ്ടാവുമ്പോൾ തെരഞ്ഞെടുക്കാൻ പറ്റുമോ? സംശയമാണല്ലേ? ഗർഭാധാനം ഒരു പക്ഷേ വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ സമയം നോക്കിയാവാം. ഒരു കുട്ടി ജനിച്ചു, അത് വളരുന്നതോടുകൂടി ദുര്യോധനമാലി ഒരു കുട്ടിയായാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കുട്ടിയുടെ ജന്മത്തിലോ വളർച്ചയിലോ നിങ്ങൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ട്, സൗകര്യങ്ങളുണ്ട്, ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരു ദുഷ്ടശിശു ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നാ പറയണത്? അതിന് ഉത്തരവാദി നിങ്ങളാണെന്ന് പറഞ്ഞുകൂടാ. ഓരോരുത്തർക്കും അവരവരുടെ ഗതികളാണ്. ദുര്യോധന്റെ മനസ്ഥിതി അങ്ങനെ ഒന്നാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. ഭീഷ്മൻ ആദ്യമേ മുതൽ ഞാൻ പറഞ്ഞ മാതിരി ഹസ്തിനപുരത്തിലായിരുന്നു. സിംഹാസനത്തെ രക്ഷിച്ച് പോന്നതാണ്. ആ രക്ഷയാണ് അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നത്. ആ ചെയ്യുന്നതിൽ അദ്ദേഹം അങ്ങേയറ്റത്തെ നിസ്സംഗനായിരുന്നു. പുത്രോത്പാദനം നടത്തണം എന്ന് പറഞ്ഞ് സത്യവതി ആവശ്യപ്പെട്ടപ്പോ ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, കൂട്ടാക്കില്ല എന്ന് പറഞ്ഞ് വേദവ്യാസനെ സമീപിക്കൂ എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ചതാണ് അദ്ദേഹം. കാര്യം ആ സമയത്ത് ബ്രഹ്മചര്യത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹം കൂട്ടാക്കിയില്ല. അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരിക്കലും ഭീഷ്മൻ ഇടപെട്ടിട്ടില്ല. സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഓരോന്ന് പറഞ്ഞുകൊടുത്ത് ആ നിസ്സംഗ ബുദ്ധിയോടുകൂടി പിൻവാങ്ങി നിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ. എത്ര തന്നെ സ്നിഗ്ധബന്ധമായാലും ശരി, ദുഷ്ടത തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാരുണ്ട്, അവർ തമ്മിൽ നല്ല ഇഴുകിയ ബന്ധമുണ്ട്. ഭർത്താവിന് ചില ദുർഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യമായി നല്ല ഭാര്യയാണെങ്കിൽ ഭാര്യയെ അറിയാം. ആ ഭാര്യയുടെ മനസ്സിൽ അറിയാം, എൻ്റെ ഭർത്താവിന് ഈ ദോഷങ്ങളുണ്ട്, ഈ ദുർഗുണങ്ങളുണ്ടെന്ന്. പുറത്താരോടും പറഞ്ഞില്ലെങ്കിലും സ്നേഹിതന്മാരോട് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം. എന്നാലും ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വിചാരിക്കരുത്. ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കും, ആരും കാണില്ല എന്ന് വിചാരിച്ചിട്ട്. ആരും കാണില്ല എന്ന് വിചാരിച്ച് പാല് കുടിച്ചാലും എല്ലാവരും കാണും. അത് മാത്രമേ കണ്ണടച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവർ അടച്ചിട്ടില്ല. അതുമാതിരി കുടുംബാംഗങ്ങളായിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ ഉള്ളിലുള്ള ദുഷ്ടത നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ സമ്മതിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. അവർക്ക് അതിനോട് സമ്മതമില്ല, പക്ഷെ അവർ പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മുതിർന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് അച്ഛനെയും അമ്മയുമാണ്. അവരുടെ പെരുമാറ്റം കൂലങ്കഷമായ പരിശോധനയ്ക്ക് വിധേയമാകണം സന്താനങ്ങളുടെ ദൃഷ്ടിയിൽ. എന്നിട്ട് അച്ഛനമ്മമാരിലുള്ള ദോഷങ്ങൾ നമ്മൾ അകറ്റി നിർത്തണം, ഗുണങ്ങൾ നാം ഉൾക്കൊള്ളും വേണം. ഇതാണ് നമുക്ക് ആവശ്യം. കാളിയനായിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായി. ആർക്ക്? കൃഷ്ണന്. നൃത്തമൊക്കെ കഴിഞ്ഞ് കാളിയൻ കീഴടങ്ങിയപ്പോ കാളിയന്റെ ഭാര്യമാര് വന്ന് പറയുകയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? എന്താ അവര് പറയണേന്നറിയോ? ന്യായോ ഹി ദണ്ഡകൃതകിൽപിഷേസ്മിൻ തവാവതാരഖല നിഗ്രഹായ രിഭോസുതാനാമപി തുല്യദൃഷ്ടേ ധത്സേദമം ഫലമേവാനുശംസൻ. കാളിയന്റെ ഭാര്യമാര് വന്ന് പറയാണ്, കൃഷ്ണപരമാത്മാവേ, ഭഗവാനെ, അങ്ങ് ചെയ്തത് വളരെ നന്നായി. ഞങ്ങൾ പൊറുതി മുട്ടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ ദുഷ്ടഗുണങ്ങൾ കൊണ്ട്. പുറത്തു പറയാൻ പറ്റുമോ? ഞങ്ങളുടെ ഭർത്താവാണ്, ആരോടും പറയാൻ പറ്റില്ല. അങ്ങയെപ്പോലെ ഒരാൾ വന്നപ്പോ പറയാണ്, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടായിരുന്നില്ല, ഇദ്ദേഹത്തിനെ ചവിട്ടി ഒതുക്കാൻ ആരുമില്ലല്ലോ, ഞങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് പല്ല് ഇറുക്കി പിടിച്ച് ഞങ്ങൾ കഴിച്ചു കൂട്ടുമായിരുന്നു. അങ്ങ് ഇപ്പോഴെങ്കിലും അത് ചെയ്തുല്ലോ, വളരെ നന്നായി എന്ന്. കേൾക്കുന്നുണ്ടോ? ഇതാണ് നിങ്ങളുടെ ഭാര്യമാർക്കും പറയാനുണ്ടാവുക ഉത്തമ സുഹൃത്ത് വന്നാൽ. നിങ്ങൾ കണ്ണടച്ച് പാല് കുടിക്കാൻ നിൽക്കണ്ട. ദുർഗുണം തന്നെ, സദ്ഗുണം തന്നെ. അത് അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും സഹോദരനായാലും കണക്ക് ശരിയാ. ഉദാര മനസ്ഥിതി ഉള്ളവൻ ഉദാര മനസ്കൻ തന്നെയാണ്. അതല്ലാത്തവനോ അല്ലാത്തവനുമാണ്. ഇത് നല്ല പോലെ നോക്കിക്കോളൂ. അനുഗ്രഹോയം ഭവതഃ കൃതോഹിനോ ദണ്ഡോ സദാം തേ ഖലു കൽമഷാപഹ.
അങ്ങ് വന്ന് ഒരു നൃത്തമൊക്കെ നടത്തി ഈ 6 പടത്തിനെയും താത്തിയതുണ്ടല്ലോ, ഏറ്റവും സന്തോഷിക്കുന്നത് ഞങ്ങളാണെന്നാ ഭാര്യമാര് പറഞ്ഞത്. ഇതാണ് നിങ്ങളുടെ കുടുംബ ചരിത്രം എന്ന് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കണം, ഭർത്താവിനോട് ചോദിക്കണം, അങ്ങക്ക് എന്നെ പറ്റി എന്താ അഭിപ്രായം? ഞാൻ വേണ്ടതുപോലെ ജീവിക്കുന്നുണ്ടോ? എന്തെങ്കിലും ദുർഗുണങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ, നീക്കണമെന്ന് പറഞ്ഞ്. അല്ലാണ്ട് ഞാൻ ഇന്ന ആളാണ്, നീ ഇന്ന ആളാണ്, പറഞ്ഞത് കേൾക്കണം, ഇതൊന്നും നടക്കില്ല. വടിയുടെ തുമ്പത്തൊന്നും മനുഷ്യബന്ധം ശരിയാവില്ല. ഓരോരുത്തർക്കും പറയാനും ചിന്തിക്കാനുമുള്ളത് അവരുടെ മനസ്സിൽ സ്വതന്ത്രമായി വാഴുന്നതാണ്. അതുകൊണ്ട് അടക്കി ഭരിക്കാൻ ഒന്നും നോക്കണ്ട. ഇതുപോലെ ഭീഷ്മനുമായിട്ടുള്ള ആ സംവാദം കഴിഞ്ഞതിന് ശേഷം നേരെ പോയി യുധിഷ്ഠിരൻ ദ്രോണാചാര്യന്റെ അടുക്കിലേക്ക്. പൃച്ഛാമി ത്വാം ദ്വിജശ്രേഷ്ഠ ശൃണുയന്മേഭികാംക്ഷിതം കഥം ജയേമം സംഗ്രാമേ ഭവന്തം അപരാജിതം. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ചു. എന്താ ചോദിച്ചത്? എന്താ ചോദിച്ചതെന്നറിയോ? പൃച്ഛാമി ത്വാം ദ്വിജശ്രേഷ്ഠ ശൃണുയന്മേഭികാംക്ഷിതം കഥം ജയേമം സംഗ്രാമേ ഭവന്തം അപരാജിതം. അങ്ങയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ധനുർവിദ്യയെ ഞങ്ങൾക്കുള്ളൂ. ആ ധനുർവിദ്യയിൽ എത്ര പ്രാവീണ്യം ഞങ്ങൾക്കുണ്ടെങ്കിലും അങ്ങയുടെ ഉത്തമ ശിഷ്യനാണ്, ഏറ്റവും വിശേഷപ്പെട്ടവനാണ് അർജുനൻ എന്നുണ്ടെങ്കിലും അങ്ങയോട് പടപൊരുതാൻ തക്ക ശേഷിയോ ശക്തിയോ ഞങ്ങൾക്കില്ല, മനസ്ഥിതിയോ ഇല്ല. അതുകൊണ്ട് അജയ്യനായിരിക്കുന്ന അങ്ങ്, അപരാജിതനായിരിക്കുന്ന അങ്ങയെ എങ്ങനെയാണ് ഈ മഹാഭാരത യുദ്ധത്തിൽ ധർമ്മദൗത്യം നിർവഹിക്കാൻ വേണ്ടി, ലോകത്ത് ധർമ്മം പുലരാൻ വേണ്ടി നടക്കുന്ന ഈ മഹാഭാരത യുദ്ധത്തിൽ അങ്ങയെ ജയിക്കാൻ എന്തു വേണമെന്ന്? അപ്പൊ ദ്രോണൻ മറുപടി പറയാ, നദേസ്തി വിജയസ്താവത് യാവദ്യുദ്ധ്യാമ്യഹം രണേ മമാശുനിധനേ രാജൻ യഥസ്വ സഹസോദരൈഹി. നദേസ്തി വിജയസ്താവത് യാവത് യുദ്ധ്യാമ്യഹം രണേ. യുധിഷ്ഠിര, എത്രത്തോളം കാലം ഞാൻ അമ്പും വില്ലുമായി പടപൊരുതുന്നുണ്ടോ അത്രത്തോളം കാലം നിനക്ക് ജയിക്കാൻ സാധിക്കില്ല. മമാശുനിധനേ രാജൻ യഥസ്വ സഹസോദരൈഹി. അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും വധിക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഹന്തതസ്മാൻ മഹാബാഹോ വധോപായം വദാത്മനഃ ആചാര്യ പ്രണിപത്യൈഷ പൃച്ഛാമി ത്വാം നമോസ്തുതേ. എങ്ങനെയെങ്കിലും ഞാൻ ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിവാവണം, അപ്പോഴേ നിങ്ങൾക്ക് ജയമുണ്ടാവുള്ളൂ. എന്നാ എന്നെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റൂല. അപ്പൊ പിന്നെ എന്റെ വധം എങ്ങനെ നടക്കും? അത് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ ചോദിക്കുകയാണ്, ഹന്തതസ്മാൻ മഹാബാഹോ വധോപായം വദാത്മനഃ. അങ്ങ് പറഞ്ഞുവല്ലോ എങ്ങനെങ്കിലും വധിക്കപ്പെടണമെന്ന്. ആ വധിക്കാനുള്ള ഉപായം എന്താ? ഞങ്ങൾക്ക് അറിയില്ല. അമ്പും വില്ലുമായി നേരിട്ട് തോൽപ്പിക്കാനോ താഴത്ത് തട്ടിയിടാനോ കൊല്ലാനോ ഞങ്ങൾക്ക് പറ്റില്ല. അപ്പൊ അതിനുള്ള വഴി പറഞ്ഞു തരൂ എന്ന് കാലിൽ നമസ്കരിച്ച് ചോദിച്ചു അത്രേ. അപ്പൊ ദ്രോണൻ ഉള്ളു തുറന്ന് പറയണു. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു തുറസ് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റണം, പറ്റണം. ദ്രോണൻ അതിന് മറുപടി പറയാണ്, ശസ്ത്രം ചാഹം രണേ ജഹ്യാം ശ്രുത്വാതു മഹദപ്രിയം ശ്രദ്ധേയവാക്യാത് പുരുഷാത് ഏതത് സത്യം ബ്രവീമിതേ. എന്നെ വധിക്കാനുള്ള ഒരു ഉപായമുണ്ട് യുധിഷ്ഠിര, ഞാനത് സ്വയം പറഞ്ഞു തരാം. ഇത് ഓർമ്മ വെച്ചോളൂ. ഭീഷ്മൻ ഇവിടെയുണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ജയം സാധ്യമല്ല. ഞങ്ങളൊക്കെ ഒഴിവാവണം ഈ യുദ്ധത്തിൽ. ഭീഷ്മൻ ഒഴിവാവാനുള്ള വഴി അദ്ദേഹം പറഞ്ഞു തരണം. ഞാൻ ഒഴിവാവാനുള്ളത് ഞാനിതാ പറയണു. എന്ത്? ശസ്ത്രം ചാഹം രണേ ജഹ്യാം ശ്രുത്വാതു മഹദപ്രിയം. എന്റെ മനസ്സിന് ഇഷ്ടമല്ലാത്ത ഒരു വാർത്ത, അത് ഞാൻ എപ്പ കേട്ടുവോ അതും വിശ്വസ്തനായി ആദരണീയനായിരിക്കുന്ന ഒരുവനിൽ നിന്ന് കേൾക്കണം. അങ്ങനെ ഒരുവനിൽ നിന്ന് വിശ്വസ്തമായിരിക്കുന്ന ഒരു വാക്ക് കേട്ടാൽ മനസ്സിന് അഹിതമായിരിക്കണം. അത് അഹിതം കേട്ടാൽ ഉടനെ ഞാൻ അമ്പും വില്ലും താഴ്ത്തു വയ്ക്കും, അവിടെ ഇരിപ്പായിരിക്കും. ആ സമയത്ത് ആരെന്നെ എന്ത് ചെയ്താലും ഞാൻ പ്രതിരോധം അതിന് ചെയ്യില്ല. അതൊരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞു അത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മഹാഭാരത യുദ്ധം ജയിക്കുന്നത് എളുപ്പമല്ല, എളുപ്പമല്ല. അത് ജയിക്കാൻ വേണ്ടി മഹാഭാവം യുധിഷ്ഠിരന് എന്തൊക്കെ ചെയ്യേണ്ടി വന്നു എന്ന് ആലോചിക്കൂ. ശത്രുക്കളുടെ പക്ഷത്തിൽ നിൽക്കുന്ന മുതിർന്നവരെ നമസ്കരിച്ച് അനുഗ്രഹം മേടിച്ച് അങ്ങയെ കൊല്ലാൻ എന്താ വഴി?
അങ്ങയെ തട്ടിയിടാൻ എന്താ വഴി എന്ന് ചോദിക്കാൻ ഒരു പൗത്രൻ, മറുപടി പറഞ്ഞു കൊടുക്കാൻ ഒരു മുത്തശ്ശൻ, ഒരു ഗുരുദേവൻ. ഇതാണ് ഭാരതം കൂട്ടരെ, ഇതാണ് ഭാരതം. ഇവിടെ മാത്രമേ മനുഷ്യന്റെ മനസ്സ് കറതീർന്ന് അതിന്റെ ആ തങ്ക തനിമയിലേക്ക് എത്തിയിട്ടുള്ളൂ. ഈ ഭൂപ്രദേശത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ. നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം, നമ്മുടെ ആവശ്യം ഈ ലോകത്തിൽ സ്വർണമല്ല, കെട്ടിടങ്ങളല്ല, ഭൂസ്വത്തല്ല. നമുക്ക് ആവശ്യം മനസ്തുഷ്ടിയാണ്. നാം ആവശ്യപ്പെടുന്നത് ആത്മസാമ്രാജ്യമാണ്. ആ ആത്മസാമ്രാജ്യം കിട്ടാനുള്ള മാർഗമാണ് ധർമ്മം, അതാണ് സത്യം, അതാണ് നന്മ. മനസ്സിനെ ശുദ്ധമാക്കൂ, ബുദ്ധിക്ക് ആശയത്തെളിച്ചമുണ്ടാവട്ടെ, ആത്മവീര്യം പതഞ്ഞു പതഞ്ഞു പൊങ്ങട്ടെ. ഇതിനൊന്നും പണമല്ല വേണ്ടത്, പഠിപ്പല്ല വേണ്ടത്, ഹൃദയത്തിന്റെ വിശാലതയാണ്, ഈശ്വരനോട് ഭക്തിയാണ് നമുക്ക് വേണ്ടത്. ഈ ലോകത്തിൽ ജീവിച്ച ഒരാളും ഇവിടെ നൂറ്റാണ്ടുകൾ ജീവിച്ചിട്ടില്ല. പരമാവധി പുരുഷായുസ് 120 കൊല്ലമാണ്. ആ 120 കൊല്ലത്തിൽ നമ്മളിപ്പോൾ 70, 80, 85 ഇപ്പൊ ഇരിക്കുന്നത്. ആ 85 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ യവനിക പോയി, പിന്നെ മറഞ്ഞു. നമ്മളെ പറ്റി പിന്നെ ഒന്നും ഇവിടെ ബാക്കിയുണ്ടാവില്ല. നിങ്ങൾ സമ്പാദിച്ച സ്വത്ത് നിങ്ങളുടെ കൂടെ വരില്ല, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കൂടെ ചിതയിൽ കയറില്ല, ഭാര്യ കരഞ്ഞ് ഉമ്മറപ്പടി വരെ വരും. അത് കഴിഞ്ഞാൽ പിടിച്ചു വലിക്കാൻ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് പറഞ്ഞു വരണത്. വിട്ടുകളഞ്ഞാൽ അവർ വട്ടത്തിലാവും. ആരെയും വിട്ടുകൊടുക്കരുത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. പിന്നെ എന്തിന്റെ പിന്നാലെയാ നമ്മൾ ഈ പോകുന്നത്? നമുക്ക് വേണ്ടത് മുഴുവൻ നമ്മുടെ ഉള്ളിലാണ്. ആ ആത്മപതക്കമാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി ഈശ്വരനോട് ഭക്തി തോന്നണം, ആശയത്തെളിച്ചം നമ്മുടെ ബുദ്ധിക്ക് ഉണ്ടാവണം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ തുറന്നു കാണിച്ചതിന്റെ വർണ്ണശബളത, അതിന്റെ ആ രംഗവിലാസങ്ങൾ മുഴുവൻ പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സാണ് അപ്പൊ പ്രപഞ്ചത്തെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ മനസ്സിനാണ് സർവ്വയോഗ്യതകളും. ഈ ലോകത്തിൽ സൗന്ദര്യം കാണിച്ചു തരുന്ന കണ്ണിനെ ഉണ്ടാക്കിയത് നമ്മുടെ ഉൾശക്തിയാണ്. സൗന്ദര്യം അർത്ഥവത്താകുന്നത് കണ്ണുകൊണ്ട് കാണുമ്പോഴാണ്, കാതുകൊണ്ട് കേൾക്കുമ്പോഴാണ്. ആ കണ്ണിനെയും കാതിനെയും ഉണ്ടാക്കിയത് പുറം ശക്തിയോ ഉൾശക്തിയോ? എന്താ മിണ്ടാതെ? ഉൾശക്തിയാണ് ഉണ്ടാക്കിയത്. ആ ഉൾശക്തിക്ക് കണ്ണുണ്ടാക്കാൻ, കാതുണ്ടാക്കാൻ സാധിക്കും. മൂക്കും നാവും ത്വക്കും ഉണ്ടാക്കി ഈ പ്രപഞ്ചത്തിന് മുഴുവനും വിടർത്തി കാണിക്കാൻ സാധിക്കുമെങ്കിൽ ഈ കാണിക്കപ്പെടുന്നതായ ഈ ലോകമോ മേലെ, അതോ കാട്ടിത്തരുന്ന ഉള്ളോ മേലെ? അത് മനസ്സിലാക്കി കണ്ണടച്ചു ഉള്ളിലേക്ക് നോക്കൂ. അവിടെയാണ് സർവ്വരത്നങ്ങളും സർവ്വമുത്തുകളും ഒളിഞ്ഞൊളിഞ്ഞിരിക്കുന്നത്. അതറിയുന്നതിന്റെ പേരിലാണ് നമുക്കിങ്ങനെ തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഭീഷ്മൻ തുറന്ന് സംസാരിക്കണു? എന്തുകൊണ്ട് ദ്രോണൻ തുറന്ന് സംസാരിക്കണു? എന്നെ വധിച്ചേ നിങ്ങൾക്ക് ജയം കൈവടക്കാൻ പറ്റുള്ളൂ, എന്നെ വധിക്കാൻ ഞാൻ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടാത്തൊരു വാർത്ത വിശ്വസ്തനിൽ നിന്ന് ഞാൻ കേൾക്കുന്നതോടുകൂടി അമ്പും വില്ലും താഴത്ത് വെച്ച് കണ്ണടച്ച് പത്മാസനത്തിൽ ഇരിക്കും. അപ്പോ എന്ത് ചെയ്താലും വിരോധമില്ല, ഇതാണ് വഴി എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ പോയത് കൃപാചാര്യന്റെ അടുക്കലേക്കാണ്. അവിടെ ചെന്ന് അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് അനുജ്ഞ ചോദിക്കണു. അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്ത്വർത്ഥോ ന കസ്യചിത് ഇത് സത്യം മഹാരാജ ബദ്ധോസ്മി അർത്ഥേന കൗരവൈഹി. ഇത് തന്നെയാണ് ആർക്ക്? കൃപാചാര്യനും പറയാനുള്ളത്. ആ കൃപാചാര്യന്റെ അടുത്ത് അങ്ങേ വധിക്കാൻ എന്താ വഴി എന്ന് ചോദിക്കുമ്പോ തൊണ്ടയിടറി പറ്റാതെ ഹന്ത പൃച്ഛാമി തേ തസ്മാത് ആചാര്യ ശൃണു മേ വചഃ ഇത്യുക്ത്വാ വ്യഥിതോ രാജ നോവാച ഗതചേതനഃ തം ഗൗതമഃ പ്രത്യുവാച വിജ്ഞായാസ്യ വിവക്ഷിതം അവധ്യോയം മഹീപാല യുദ്ധസ്വ ജയമാപ്നുഹി. ആ കൃപാചാര്യനോട് ചോദിക്കാൻ സാധിച്ചില്ല അത്രേ, കുഴച്ചലുകൊണ്ട്, തളർച്ച കൊണ്ട്. എന്നാലും നിവൃത്തിയില്ലാതെ ചോദിച്ചപ്പോ പറയാണ്, തം ഗൗതമ പ്രത്യുവാച വിജ്ഞായാസ്യ വിവക്ഷിതം അവധ്യോഹം മഹീപാല യുദ്ധസ്വ ജയമാപ്നുഹി. ഞാൻ അവധ്യനാണ്, അങ്ങനെയാണെങ്കിലും യുദ്ധം ചെയ്തോളൂ, ജയം കിട്ടും എന്ന് പറഞ്ഞു. മഹാഭാരത യുദ്ധത്തിൽ എല്ലാം കഴിഞ്ഞ് 10 പേരെ ബാക്കി വന്നുള്ളൂ. ആ 10 പേരിൽ ഒരാള് കൃപനാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങള്?
ഒരാള് കൃപന, ബാക്കിയുള്ളവരൊക്കെ പോയി. ഭീഷ്മനും പോയി, ദ്രോണരും പോയി, എല്ലാവരും പോയി. ഒരാളെ ബാക്കിയുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് നേരെ ചെന്നത് അമ്മാമന്റെ അടുക്കിലിരിക്കുക. ആരാ ഈ അമ്മാമൻ? ശല്യൻ, മദ്രരാജ്യത്തിലെ അധിപൻ, മാദ്രിയുടെ സഹോദരൻ. ആ ശല്യന്റെ അടുത്ത് ചെന്ന് പൂർവചരിത്രം ഓർമ്മിപ്പിക്കുക ചെയ്തത് ആര്? യുധിഷ്ഠിരൻ ശല്യനോട്. എന്താ ഈ പൂർവചരിത്രം? മഹാഭാരത യുദ്ധം നടക്കാൻ പോവാണ്. ആ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ശല്യൻ മഹായോദ്ധാവാ. അദ്ദേഹത്തിന്റെ യോഗ്യത എത്രയാന്ന് പറയാൻ പറ്റില്ല. കൃഷ്ണനും കർണനും അർജുനനും ഒക്കെ സമമായ യോഗ്യതയാണത്രേ അദ്ദേഹത്തിന്. അപ്പൊ അത് മനസ്സിലാക്കി പാണ്ഡവന്മാരുടെ പക്ഷത്തിലേക്ക് പോകാനായി ബന്ധവുമുണ്ടല്ലോ, ചാർച്ചയുമുണ്ടല്ലോ. അങ്ങനെ പോവാൻ പുറപ്പെട്ട സമയത്ത് ഈ വർത്തമാനം ദുര്യോധനൻ മനസ്സിലാക്കി. ദുര്യോധനൻ മനസ്സിലാക്കി ശല്യൻ വരാൻ പോണു എന്ന് കേട്ടപ്പോ ഒളിഞ്ഞിരുന്ന് വരുന്നിടത്ത് കമാനങ്ങളും സൗകര്യങ്ങളും മണ്ഡപങ്ങളും എല്ലാം ഉയർത്തി ഉണ്ടാക്കി അദ്ദേഹത്തിനെ സ്വീകരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു. അതൊക്കെ കണ്ട് വളരെ സന്തോഷം തോന്നി. ഇത്രയെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്നെ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞ് ആരൊക്കെയാണിത് ചെയ്തവര്? ആ ഭൃത്യന്മാർക്കൊക്കെ സമ്മാനം കൊടുക്കട്ടെ, വിളിക്കൂ യുധിഷ്ഠിരനെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാ ദുര്യോധനൻ ഒളിവിൽ നിന്ന് പുറത്തു വന്നത്. ചെയ്ത സൗകര്യങ്ങളൊക്കെ ദുര്യോധനാ ചെയ്തിരിക്കണേ. ഇത് മഹാഭാവം ശല്യൻ അറിഞ്ഞൂല്ല. പക്ഷേ മനസ്സിന് സന്തോഷം തോന്നിയിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടാവോ ഞാൻ പറയുന്നത്? മനസ്സിന് സന്തോഷം തോന്നി എന്നുള്ളതൊരു വാസ്തവമാണ്. സമ്മാനം കൊടുക്കണമെന്നും തോന്നി. അപ്പോഴാണ് ദുര്യോധനൻ പുറത്തു വരുന്നത്. പുറത്തു വന്നത് കൊണ്ട് ആ ഉള്ള സന്തോഷം ഇല്ലാതെയാവുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? ദുര്യോധനൻ അവിടുന്ന് പുറത്തു വന്നു. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞതിന് ശേഷം എൻ്റെ ഭാഗത്ത് യുദ്ധം ചെയ്യാമൊക്കെ പറഞ്ഞ് അതിനൊക്കെ സമ്മതിച്ചു. വേണ്ടി വരുമ്പോൾ സൈന്യത്തിന്റെ നേതാവാകണമെന്ന് പറഞ്ഞു. അതൊക്കെ സമ്മതിച്ച് യുധിഷ്ഠിരന്റെ വശം എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. ആ പുറപ്പെട്ട സമയത്ത് ദുര്യോധനൻ തടുത്തു നിർത്തിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോപ്പാ? സന്തോഷം തോന്നി. അപ്പോഴാ ദുര്യോധനാണെന്ന് മനസ്സിലാക്കിയത്. എൻ്റെ പക്ഷത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞു, സമ്മതിച്ചു. എന്നാലും ഞാൻ യുധിഷ്ഠിരന്റെ അടുത്തൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോ പോണ്ടാന്ന് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് തന്നിട്ടുള്ള വരം മറക്കരുതേ, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം, എന്നെ ജയിപ്പിക്കണം എന്ന് ശല്യൻ അവിടെ പോയി വിവരം അറിയിച്ചു. അപ്പൊ യുധിഷ്ഠിരൻ എന്താ പറയണത്? ഞങ്ങളുടെ പക്ഷത്തിൽ ചേരാൻ വേണ്ടി വന്നതാണ്, ഞങ്ങളെ അനുഗ്രഹിക്കാൻ എന്നാണെങ്കിലും അദ്ദേഹത്തിന് അങ്ങയുടെ മനസ്സിൽ ഇങ്ങനെ സന്തോഷം തോന്നിയിട്ട് ദുര്യോധനെ അനുഗ്രഹിച്ച് വരമൊക്കെ കൊടുത്തുല്ലോ. അതിൽ എനിക്ക് ഒരു തെറ്റും പറയാനില്ല. അങ്ങ് വാസ്തവത്തിൽ വാസുദേവന് തുല്യനാണ് സാരഥ്യത്തിൽ. രഥി മാത്രമല്ല, സാരഥിയും കൂടിയാണ്. അർജുനനും കർണനും കൂടി പൊരുതുന്ന സമയത്ത് അങ്ങ് സാരഥിയാകണം. എന്നിട്ട് അർജുനനെ കാക്കണം. അതിനായി കർണനെ തേജോവധം ചെയ്യണം. കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നതെന്ന്? മനുഷ്യന്റെ മനസ്സിൽ നടക്കുന്ന ആ വൈരുദ്ധ്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വളരെ വന്നു പാണ്ഡവരുടെ പക്ഷത്തിൽ ചേരാൻ. എന്നിട്ട് സൗകര്യങ്ങളൊക്കെ കണ്ട് മനസ്സിന് സന്തോഷം തോന്നി. അപ്പോഴാണ് ദുര്യോധനച്ചാരാണ് അവിടെ എന്ന് മനസ്സിലായത്. അതുകൊണ്ട് തോന്നിയ സന്തോഷം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആ സന്തോഷത്തിന്റെ പേരിൽ ദുര്യോധനൻ ആവശ്യപ്പെടുന്നത് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ യുധിഷ്ഠിരനോട് എനിക്ക് വെറുപ്പുണ്ടെന്ന് വിചാരിക്കരുത്, ഞാൻ പോവാണ്, പോക്കോളൂ, വരം ഓർമ്മ വയ്ക്കണം എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് യുധിഷ്ഠിരൻ പറയണത് എന്താ? ശരി, അങ്ങക്ക് സന്തോഷം തോന്നി, വരം കൊടുത്തു, ഒക്കെ ശരിയാ, ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. അങ്ങക്ക് ഈ മഹാഭാരത യുദ്ധത്തിൽ സാരഥ്യം വഹിക്കേണ്ടി വരും കർണന്റെ. ആ സാരഥ്യം വഹിക്കുന്ന സമയത്ത് അർജുനനെ കാക്കണം. അതിനു വേണ്ടി കർണനെ തേജോവധം ചെയ്യണം. അവൻ വീരനല്ല, ധീരനല്ല, ഒന്നിനും കൊള്ളാത്തവനാണ്, ഊച്ചാളിയാണ്. നിന്നെ കൊണ്ടുണ്ടോ അർജുനനോട് യുദ്ധം ചെയ്യാൻ പറ്റണു എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്ക് കേൾക്കുമ്പോൾ എത്ര വലിയ കേമനും കുഴച്ചിൽ വരും എന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് വല്ലാത്തൊരകർത്തവ്യമാണ് ഞാൻ പറയണത്. എന്നാലും ശരി, അങ്ങ് എനിക്ക് വേണ്ടി ഇത് ചെയ്യണമെന്ന്. ഞാനിത് വായിച്ച് ചിന്തിക്കുമ്പോൾ തോന്നുകയാണ്, മഹാഭാവം എന്ത് ചെയ്യും ഞാനിപ്പോ? ഈ യുധിഷ്ഠിരൻ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നില്ലേ പാവം. എത്ര നല്ല മനുഷ്യനായി ഈ യുധിഷ്ഠിരൻ. എന്നിട്ട് അറിഞ്ഞും കൊണ്ട് പറയാണ്, ഞാൻ ഈ പറയുന്നത് അകൃത്യമാണെങ്കിലും എൻ്റെ അമ്മാമ അങ്ങക്കിത് ചെയ്തേ തീരുള്ളൂ എന്ന് പറഞ്ഞപ്പോ അത് സമ്മതിക്കണു. ഈ വക നൂലാമാലുകൾ മുഴുവനും ഈ ധർമ്മയുദ്ധത്തിന്റെ പിന്നിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം എളുപ്പമല്ല.
ഒരു കുടുംബത്തിൽ ഒരു കുടുംബാംഗമായി ജീവിക്കുന്ന സമയത്ത് എല്ലാം വേണ്ടതുപോലെയായ വലിയ ഒന്നും മെമ്മെ തട്ടാതെ നമുക്ക് ശ്മശാനത്തിലേക്ക് പോകാം. അതല്ലെങ്കിൽ പല വിധത്തിലുള്ള സംഘർഷങ്ങളും പല വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി എന്ന് വരാം. അങ്ങനെ എന്ത് തന്നെ വന്നാലും നമുക്ക് അതൊക്കെ നേരിട്ടും സഹിച്ചും പൊറുത്തും മുമ്പോട്ട് പോകാതെ വയ്യ. അത് മുമ്പോട്ട് പോകാനുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയാണ് ധർമ്മം എന്ന് പറയുന്നത്. പാഞ്ചാലിയെ ദ്രൗപദിയെ എത്ര നേരം പിടിച്ചു വലിച്ച് ഇഴച്ചു അവിടെ. അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്നുമല്ല, മണിക്കൂറുകളോളമാണ് ആ സ്ത്രീ ദുഃഖിച്ച് നരകിച്ചത്. നിങ്ങളുടെ കാലിൽ മുള്ളു കുത്തുമ്പോഴേക്കും ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞ ആ ഒരു വാക്ക് അവള് പറഞ്ഞില്ലേ? ഒരു വാക്കാണോ ഇവിടെ? മണിക്കൂറുകളോളാണ് കഷ്ടപ്പെട്ടത്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വീര്യം, ധൈര്യം, സഹനം ഉണ്ടാവാൻ നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം. നമുക്ക് നാളെ തുടരാം. ഞാൻ ഈ പറയണത് നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടാവോ? ഇത് കേൾക്കേണ്ടതാണോ? കർത്തവ്യമസ്തി ന മമേഘന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതതസുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. സംശാന്തയാ സതതസുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ഹരി ഓം.